ശ്രീമുഖേ സമധുര സമേകനാഭി ഈശ്വരേ മൃതാണ്യം 4. തദ്ബ്രഹ്മാത്മാനമേവ നിത്യദുർഗ്രൂപം അധ്യാരോപിത അനിത്യദൃഷ്ട്യാദിവർജിതം അവേദ് വിദിതവത്. കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതിന്റെ തുടർച്ചയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ വിശദീകരിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇതുകൂടി ചേർത്താണ് കഴിഞ്ഞ ദിവസം വിശദീകരിച്ചത്. അപ്പം അതിന്റെ ആവർത്തനം പോലെ തോന്നും. തദ്ബ്രഹ്മ ആത്മാനമേവ അവേദ, അതാണ് മന്ത്രം. അതിനെ വ്യാഖ്യാനിക്കുകയാണ്. നിത്യദഗ്രൂപം, നിത്യദിഗ്രൂപം എന്നുവെച്ചാൽ സാക്ഷാത് അപരോക്ഷ രൂപത്തിലുള്ള, സ്വയം പ്രകാശ രൂപത്തിലുള്ള, അല്ലെങ്കിൽ ജ്ഞാനസ്ഫുരണ രൂപത്തിലുള്ള, ഇങ്ങനെയെല്ലാം പറയാം. എന്താണ് ആ ബ്രഹ്മ? തന്റെ സ്വരൂപം തന്നെയായിരിക്കുന്ന, വ്യാഖ്യാനത്തിൽ പറയുന്ന സ്വരൂപഭൂത ബ്രഹ്മ. ബ്രഹ്മ എന്നുള്ള ശബ്ദം പറയുമ്പോൾ മനസ്സ് ബാഹ്യമായി ചിന്തിച്ചു എന്തോ ഒരു വിഷയത്തെക്കുറിച്ചാണ് പറയുന്നത്. ബൃഹത്തായത്, വലുതായത്, ആകാശത്തെ പോലെ വലുതായത് എന്നെല്ലാം ചിന്തിക്കുമ്പോൾ മനസ്സ് ബഹിർമുഖമാവും. തന്നെ വിസ്മരിച്ചിട്ട് അന്യമായ എന്തോ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. അതുകൊണ്ട് പറഞ്ഞ സ്വരൂപഭൂത ബ്രഹ്മ എന്നുള്ള ശബ്ദം അടുത്ത് പറയും. ബ്രഹ്മ എന്ന് പറയുന്ന ശബ്ദം സർവം എന്ന് പറയുന്നതിന്റെ പര്യായമാണ്. സർവശബ്ദത്തിന്റെ പര്യായമാണ്. സർവം എന്ന് പറയുമ്പോൾ തന്നെ വിടാൻ പറ്റും, തന്നെ കൂടി ചേർത്തേ പറ്റൂ. പക്ഷെ സ്വാഭാവികമായിട്ടും സർവം നമ്മൾ പറയുമ്പോൾ ബഹിർമുഖമായി കണ്ട് അറിഞ്ഞ് ചിന്തിച്ച് പറയുന്നുണ്ട്, തന്നെ വിട്ടിട്ട് പറയും സർവവും. അതുകൊണ്ടിവിടെ പറഞ്ഞ സ്വരൂപഭൂത, ആ സ്വരൂപമായിരിക്കുന്ന അധ്യാരോപിത അനിത്യ ദൃഷ്ട്യാദിവർജിതം. നേരത്തെ ചോദിച്ചല്ലോ, ആ ദൃഷ്ടി, ദ്രഷ്ടാവിന്റെ ദൃഷ്ടി നിത്യമാണോ അനിത്യമാണോ? അപ്പൊ അനിത്യ ദൃഷ്ടിയെ ഇവിടെ ആരോപിച്ചിരിക്കുകയാണ്. ദൃഷ്ടിജ്ഞാനം സ്വസ്വരൂപമായിരിക്കുന്ന ബ്രഹ്മത്തിൽ അനിത്യദൃഷ്ടിയെ ആരോപിക്കുന്നു. സ്വസ്വരൂപമായിരിക്കുന്ന ബ്രഹ്മത്തിൽ ആരോപിക്കുന്ന അനിത്യദൃഷ്ടി എന്ന് വെച്ചാൽ, ദൃഷ്ടി എന്ന് വെച്ചാൽ ജ്ഞാനം. കണ്ണുകൊണ്ട് കണ്ടറിയുന്നതിന് ചാക്ഷുഷദൃഷ്ടി, ചെവി കൊണ്ട് കേട്ടറിഞ്ഞതിന് ശ്രാവണദൃഷ്ടി,
മനസ്സുകൊണ്ട് അറിഞ്ഞു കഴിഞ്ഞാൽ അതിന് മാനസദൃഷ്ടി എന്നെല്ലാം പറയാം. അപ്പോൾ ഇവിടെ അനിത്യദൃഷ്ടി ആരോപിക്കുന്നു. സ്വസ്വരൂപത്തെ സംബന്ധിച്ചും അങ്ങനെ ഒരു ജ്ഞാനം, ആ സ്വരൂപത്തെ വിഷയമാക്കുന്ന ഒരു ജ്ഞാനം, അല്ലെങ്കിൽ ആ സ്വരൂപത്തെ സാക്ഷാത്കരിക്കുന്ന ഒരു ജ്ഞാനം, വിഷയരൂപത്തിൽ സാക്ഷാത്കരിക്കുന്ന ജ്ഞാനം, അതെല്ലാം ആരോപിതമാണ്, അധ്യാരോപിതമാണ്. അങ്ങനെയുള്ള അനിത്യദൃഷ്ട്യാദിവർജിതം, അങ്ങനെയുള്ള സർവകൽപ്പനകളും നിലനിൽക്കാത്തൊരിടമാണ് സ്വരൂപം ബ്രഹ്മ. അതിനെ അറിഞ്ഞു എന്ന് വീണ്ടും പറയുന്നു. അറിവ് എന്ന് പറയുന്ന ഒരു കൽപ്പന നിലനിൽക്കാത്തതിനെ അറിഞ്ഞു എന്ന് പറഞ്ഞാൽ നല്ല വിപ്രതിഷിദ്ധം ഈ പറയുന്നതിന് പരസ്പര വിരോധമുണ്ടല്ലോ എന്നാണ്. ഒരു ഭാഗത്ത് പറയുന്നു ഇത് അറിവിന് വിഷയമല്ല, പിന്നീട് തൊട്ടടുത്ത് തന്നെ പറയുന്നു അങ്ങനെയുള്ള അറിവിനെക്കുറിച്ചുള്ള, ഇതിന്റെ അറിവിനെക്കുറിച്ചുള്ള, സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള അതെല്ലാം ഒരു കൽപ്പനയാണ്, ആരോപിതമാണ്. എന്നിട്ട് പറയുന്നു വിദിതവ, അവയെ ഇതറിഞ്ഞു എന്നും പറയുന്നു. വിപ്രതിഷിദ്ധം, ഇത് പരസ്പര വിരുദ്ധമാണ് നിങ്ങൾ സംസാരിക്കുന്നത്. എന്തുകൊണ്ട്? വിജ്ഞാതേർ വിജ്ഞാതാരം വിജാനീയ ഇത് ശ്രുതേഹേ, വിജ്ഞാതർ വിജ്ഞാനം, വിജ്ഞാതേഹേ വിജ്ഞാതാരം ന വിജാനീയ, അറിവ് നമുക്കുണ്ട്. ഈ അറിവിനെ പ്രകാശിപ്പിക്കുന്ന തന്റെ സ്വരൂപമായിരിക്കുന്ന അപരോക്ഷ രൂപം, ഏതൊരു അപരോക്ഷ രൂപത്തിലാണോ അഗ്നിയും അതിന്റെ പ്രകാശവും പോലെ, സൂര്യനും അതിന്റെ കിരണങ്ങളും പോലെ ഈ അറിവ് നിൽക്കുന്നത്. എന്തറിവായാലും, വിഷയങ്ങളെക്കുറിച്ചുള്ള അറിവായാലും ശരി, ഇനി ആത്മാവിനെ സംബന്ധിച്ചുള്ള അറിവായെന്ന് പറഞ്ഞാലും ശരി, ഏതൊന്നിലാണോ നിൽക്കുന്നത് അത് വിജ്ഞാത, അതിനാണ് വിജ്ഞാതാവെന്ന് പറയേണ്ടത്. വിജ്ഞാതാവിൽ വിജ്ഞാനം, അറിയുന്നവനിൽ അറിവ് നിൽക്കുന്നു. എന്ത് വിഷയമായിക്കൊള്ളട്ടെ, അങ്ങനെ ഒരു അറിവോടുകൂടി നിൽക്കുന്ന ആ വിജ്ഞാതാവിനെ എന്ന വിജാനീയ, അതിനറിയാൻ കഴിയത്തില്ല. അതിനെ അറിയണമെങ്കിൽ എന്ത് വേണം? അതിനെക്കുറിച്ചുള്ള ഒരു അറിവ്, അതിനെ അറിയുന്നവരും അതിന്റെ പിന്നിൽ വേണം. ഈ പറയുന്ന അറിവുള്ളവൻ, അറിയുന്നവൻ, വിജ്ഞാതാവ്, വിജ്ഞാതാവിനാണ് ഈ അറിവ്, അറിയുന്നവനാണ് ഈ അറിവ്. അപ്പൊ അങ്ങനെ അറിവോടുകൂടിയിരിക്കുന്ന അവനെ അറിയുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും അവന്റെ അറിവിന് അവനെ അറിയാൻ കഴിയത്തില്ല. അവന്റെ പിന്നിൽ ഒരറിവ് വേണം, ആ അറിവുള്ള മറ്റൊരുവനും വേണം. അങ്ങനെ മറ്റൊരുവൻ, അങ്ങനെ ഒരാളുണ്ടോ? ഉണ്ടെങ്കിൽ അയാൾ ആരറിയുന്നു? അതിന്റെ പിന്നിൽ അറിവോടുകൂടിയ മറ്റൊരുവൻ, അതിന്റെ പിന്നിൽ അറിവോടുകൂടിയ മറ്റൊരുവൻ, ഇങ്ങനെ പോകും. അനവസ്ഥ ദോഷമുണ്ട്. അതുകൊണ്ട് ഈ അറിയുന്നവൻ, അവന്റെ അറിവ് എന്നുള്ള ഈ പോക്കിനൊരു വിരാമം എവിടെയെങ്കിലും വേണം. അതിവിടെ തന്നെ ആകാം. ഏതൊരുവനാണോ എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അവനെ അറിയുന്ന മറ്റൊരുവന്റെ ആവശ്യമില്ല. ഉണ്ടെങ്കിൽ അതിനവസാനമില്ലാതെ പോകും. എന്തുകൊണ്ട് ആവശ്യം വരുന്നില്ല? ശരി, അങ്ങനെ ഒരു ദോഷം വരുന്നത് കൊണ്ട് അംഗീകരിക്കാതിരിക്കുകയാണോ? അല്ല. വിജ്ഞാതാവ് അറിവോടുകൂടിയിരിക്കുന്നവനെ അറിയുന്നതിന് മറ്റൊന്നിന്റെ ആവശ്യം എന്തുകൊണ്ടില്ല? അവൻ സ്വയം അപരോക്ഷമാണ്, അവൻ സ്വയം അറിവാണ്. അതുകൊണ്ട് അതിനെ അറിയുന്നതിന് എന്ന വിജാനീയ മറ്റൊരുവന്റെ ആവശ്യമില്ല. ഇത് ശ്രുതേഹി, ഏതാണ് ശ്രുതി പറയുന്നത്?
അതുകൊണ്ട് വിജ്ഞാതുഹു വിജ്ഞാനം, അറിയുന്നവനെ കുറിച്ചുള്ള മറ്റൊരറിവ്, അറിവോടുകൂടി നിൽക്കുന്നവൻ, അറിയുന്നവൻ, അവനെ അറിയുന്ന മറ്റൊരറിവ്, അത് ശ്രുതി അംഗീകരിക്കുന്നില്ല, യുക്തിയുമില്ല, അനുഭവത്തിനും അതിന്റെ ആവശ്യമില്ല. പറയുന്ന നിങ്ങൾ പറയുന്നത് ശരിയല്ല, എന്താ ഇതുവരെ പറഞ്ഞതൊക്കെ മാറ്റി പറയുകയാണോ എന്ന് നമുക്ക് തോന്നും. ഇതാണ് അദ്വൈത ജ്ഞാനത്തിന്റെ ഒരു മുഖ്യമായ വിഷയം. സിദ്ധാന്തേനെ നിഷേധിക്കുകയാണ്. ന വിജ്ഞാതേർ വിജ്ഞാതാരം വിജാനീയ, ഈ അറിവോടുകൂടിയിരിക്കുന്ന ഈ വിജ്ഞാതാവിനെ അറിയുന്ന മറ്റൊരുവനില്ല, ഇവനെ അറിയുന്ന ഒരറിവില്ല എന്ന് പറഞ്ഞു. ആ സിദ്ധാന്തമാണല്ലോ. പക്ഷെ സിദ്ധാന്തേനെ നിഷേധിക്കുന്ന നിങ്ങൾ പറഞ്ഞത് ശരിയല്ല. ഏവം വിജ്ഞാന ന വിപ്രതിഷേധ, ഇത് ശരിയാണ്. ഈ വിജ്ഞാതാവിനെ അറിയുന്ന ഒരുവനില്ല, വിജ്ഞാതാവിനെ വിഷയമാക്കുന്ന ഒരറിവില്ല, അത് അപരോക്ഷമാണ്. പക്ഷെ എന്നാലും അത് ശരിയാണ്. ഈ വിജ്ഞാതാവിനെ അറിയുന്നു എന്ന് പറയുന്നത് ശരിയാണ്. ഏവം വിജ്ഞാന, പക്ഷെ അത് എങ്ങനെയാണ് അതറിയുന്നത്, അവിടെയാണ് മുഖ്യം. വിജ്ഞാതാവിനെ അറിയുന്നു എന്ന് പറയുന്നതിൽ ദോഷമുണ്ടെങ്കിൽ, അറിയുന്നു എന്ന് പറയുന്നതിന് ശരിയുമുണ്ട്, രണ്ടുമുണ്ട്. അത് ഏത് വീക്ഷണത്തിലാണത് പറയുന്നതെന്നുള്ളതിനനുസരിച്ചിരിക്കും. വെറും ശബ്ദത്തിലല്ല. അറിയുന്നില്ല, അറിയുന്ന ഒരുവനില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യമുണ്ട്. ഇതിനെ അറിയുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യമുണ്ട്. ആ താല്പര്യത്തെയാണ് ഗ്രഹിക്കേണ്ടത്. ഏവം വിജ്ഞാന, ഇതുവരെ വിശദീകരിച്ച് ദൃഷ്ടിയുടെ ദൃഷ്ടാവ് എന്ന് പറഞ്ഞ് വിശദീകരിച്ച രീതിയിൽ അതിനെ മനസ്സിലാക്കിയാൽ, അതിനെ അറിഞ്ഞാൽ ഇവിടെ വിപ്രതിഷേധമില്ല. എങ്ങനെ? ഏവം ദൃഷ്ടേഹേ ദൃഷ്ട ഇതി വിജ്ഞായതേ ഏവ, ഇതിനറിയാം. ആത്മാവ് അജ്ഞേയമായൊരു കാര്യമാണെങ്കിൽ പിന്നെ ഈ ആത്മജ്ഞാനം, ആത്മാന്വേഷണം ഇതെല്ലാം വ്യർത്ഥമല്ല. അത്യന്തം അറിയപ്പെടാത്ത ഒന്നാണെങ്കിൽ ആത്മജ്ഞാനം എന്ന് പറയുന്നതിന് പിന്നെ എന്താ അർത്ഥമുള്ളത്? പക്ഷെ ആത്മാവിന്റെ സ്വരൂപത്തെക്കുറിച്ച് പറയുമ്പോൾ അത് ജ്ഞാനത്തിന് വിഷയമാകുന്നതല്ല, അത് സ്വയം പ്രകാശിക്കുന്നതാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ജ്ഞാനം, ആത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനം എന്ന് പറയുന്ന അസംബന്ധമാണ് എന്നെല്ലാം പറയും. അതൊക്കെ ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ആത്മാവിനെ കുറിച്ചുള്ള ഒരറിവ് അസംഭവമാണെങ്കിൽ ശ്രുതി എന്തിനാണ് വെളിപ്പെടുത്താൻ ശ്രമിക്കുന്നത്? ശ്രുതി ശ്രോതാവിന് കൊടുക്കുന്ന ജ്ഞാനം പിന്നെ എന്താണ്? അതിന് പിന്നെ ഈ ശ്രുതിയുടെ യത്നം അല്ലെങ്കിൽ ഗുരുവിന്റെ യത്നം വ്യർത്ഥമാണല്ലോ. അങ്ങനെ ഒരു ജ്ഞാനമേ ഉണ്ടാകത്തില്ലെങ്കിൽ. അപ്പൊ ഇതിന് രണ്ടിനെയും പരസ്പരം വിരോധം വരാത്ത രീതി മനസ്സിലാക്കണം. അതാണ് ഏവം വിജ്ഞാന. അത് എങ്ങനെയാണോ അദ്വൈതം ആത്മബോധത്തെ നിഷേധിക്കുന്നത്, എങ്ങനെയാണോ അദ്വൈതം ആത്മബോധത്തെ അംഗീകരിക്കുന്നത്, രണ്ടിനെയും സമന്വയിപ്പിച്ച് മനസ്സിലാക്കും. അപ്പോൾ ആത്മാവിനെ കുറിച്ച് ശ്രുതിയിൽ നിന്ന് എന്ത് ജ്ഞാനമുണ്ടായി? അത് ദൃഷ്ടിയുടെ ദൃഷ്ടാവാണ്. ഈ ജ്ഞാനം ശരിയായ ജ്ഞാനമാണോ? അത് ശരിയാണ്. കാരണം ശ്രുതി ബോധിപ്പിച്ചത് അത് ശരിയാണ്. ദൃഷ്ടി, അറിവ്, അതിന്റെ ദൃഷ്ടാവ്
സാറിന് പറയല്ലോ കണ്ണിന്റെ കണ്ണ്, മനസ്സിന്റെ മനസ്സ്, ശ്രോത്രസ്യ ശ്രോത്രം. ആ രീതിയിൽ അതിനെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? അത് മനസ്സിലാക്കുന്നുണ്ട്. അതാണ് ആത്മാവിനെ സംബന്ധിച്ചുള്ള ശരിയായ ജ്ഞാനം. ആത്മാവിനെ കുറിച്ചുള്ള ബോധം ഉണ്ടാകത്തില്ല എന്ന വിജാനീയ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ ആത്മാവിന്റെ വാസ്തവ സ്വരൂപത്തെക്കുറിച്ചുള്ള ഒരു ബോധം ഉണ്ടാകത്തില്ലെന്നല്ല അർത്ഥം. അങ്ങനെ ബോധിപ്പിച്ചാൽ അങ്ങനെ ഒരു ബോധം ഉണ്ടായി തീരും, ഉണ്ടാകാതിരിക്കാൻ പറ്റില്ല. ബോധിക്കുന്നവന് അല്ലേ, ഇത് വസ്തുതന്ത്രമാണെന്നല്ലേ പറയുന്നു. ശ്രുതി അങ്ങനെ ബോധിപ്പിക്കുന്നു, ശ്രോതാവിൽ ബോധം ഉണ്ടാകുന്നു. ആത്മാവ് ദൃഷ്ടിയുടെ ദൃഷ്ടാവാണ്. ഇങ്ങനെ ഒരു ബോധം ഉണ്ടാകത്തില്ലെന്നല്ല പറയുന്നു. ആത്മാവ് സ്വസ്വരൂപമാണ്, ആത്മാവ് അപരോക്ഷമാണ്, അത് സ്വയം പ്രകാശിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള ബോധം ആണ് ശ്രുതി ബോധിപ്പിക്കുന്നത്. ആ ബോധം ഉണ്ടാവും. അത്തരത്തിലുള്ള ഒരു ബോധത്തെ ഇവിടെ നിഷേധിക്കുന്നില്ല. അതാണ് ഏവം വിജ്ഞാന. എങ്ങനെ? ദൃഷ്ടേ ദൃഷ്ട, ഇങ്ങനെ ഒരു ബോധം ഉണ്ടാകും. ഇതാണ് ശ്രവണത്തിന്റെ പ്രയോജനം. ഇതാണ് ആത്മാവിനെ കുറിച്ചുള്ള യഥാർത്ഥമായ ജ്ഞാനം. ഇതിന് വിരുദ്ധമായി വരുന്ന ജ്ഞാനങ്ങളെയാണ് നിഷേധിക്കുന്നത്. ആത്മാവ് സ്വസ്വരൂപം അറിവിന് വിഷയമാണ്, ബാഹ്യവിഷയങ്ങളെപ്പോലെ എന്നൊരാൾ ധരിച്ചു കഴിഞ്ഞാൽ അതാണ് ആത്മബോധം എന്ന് ധരിച്ചു കഴിഞ്ഞാൽ നിഷേധിക്കും. അങ്ങനെ ഒരു ആത്മബോധം ഉണ്ടാകത്തില്ല. അതാണ് ആത്മബോധത്തെ നിഷേധിക്കുന്നത്. സ്വസ്വരൂപത്തെ വിഷയമാക്കുന്ന ഒരു ആത്മബോധം. സാക്ഷാത്കാരം, പ്രത്യക്ഷം, അപരോക്ഷം എന്ന് പറയുന്ന ശബ്ദങ്ങളെല്ലാം ഉപയോഗിച്ച് പരിചയമുള്ളത് ബാഹ്യവിഷയങ്ങളിലാണ്. അവിടെയെല്ലാം ജ്ഞാനം എല്ലാത്തിനും വിഷയമാക്കുന്നു, അറിയുന്നു, സാക്ഷാത്കരിക്കുന്നു. ഇതേ അനുഭവത്തെ തന്നിൽ സ്വസ്വരൂപത്തിൽ ആരോപിച്ചു കഴിഞ്ഞാൽ അതിനെ നിഷേധിക്കുന്നു. അതാണ് ആത്മജ്ഞാനത്തെ നിഷേധിക്കുന്നു, ആത്മബോധത്തെ നിഷേധിക്കുന്നു. മറിച്ച് ആ സ്വസ്വരൂപത്തെ ശ്രുതി വ്യക്തമാക്കുന്നുണ്ട്. ആത്മാവിനെ ഇങ്ങനെ അറിയണം. അതിനെ ശ്രുതി നിഷേധിക്കുന്നില്ല. ആത്മാവിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ബോധം ഉണ്ടാകത്തില്ല എന്ന് ശ്രുതി പറയുന്നില്ല. അങ്ങനെ ഒരു ബോധം ഉണ്ടാകും. ആത്മാവ് തന്റെ സ്വരൂപമാണ്, താൻ തന്നെയാണത്. അങ്ങനെ ഒരു ബോധം ഉണ്ടാകും. ഉണ്ടാകുന്നുണ്ടല്ലോ ശ്രുതി പറയുമ്പോൾ. ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. അത് ഈ ദൃഷ്ടി, ഈ ജ്ഞാനം, മാനസികമായ ജ്ഞാനം ഉൾപ്പെടെയുള്ള ജ്ഞാനം, ഈ ജ്ഞാനത്തിനൊന്നും അത് വിഷയമല്ല എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയാണല്ലോ ധരിക്കുന്നത്. അങ്ങനെ ശ്രുതി ബോധിപ്പിക്കുന്ന തരത്തിൽ ഒരു ജ്ഞാനം ആത്മാവിനെ സംബന്ധിച്ചുണ്ടാകും. മറിച്ച് ജീവന്റെ കൽപ്പനകളനുസരിച്ച്, ഭാവനകളനുസരിച്ച് ആത്മാവിനെ സംബന്ധിച്ച് ഓരോ ജ്ഞാനങ്ങളുണ്ടാവും. ആത്മാവ്, ആത്മസാക്ഷാത്കാരം തുടങ്ങിയ വിഷയങ്ങളെ സംബന്ധിച്ച് നമ്മുടെ ഭാവനകളുണ്ടാവും, കൽപ്പനകളുണ്ടാവും. അതിനെ നിഷേധിക്കും. അപ്പൊ ബ്രഹ്മ ആത്മാനമേവ വിദിതവത് എന്ന് പറയുന്നതിന്റെ താല്പര്യം ഇതാണ്. അന്യജ്ഞാന അനപേക്ഷത്വ. ഇവിടെ പറയുന്നത് അന്യജ്ഞാന അനപേക്ഷമായ ജ്ഞാനത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്താണത്? അത് വിശദീകരിക്കുന്ന വെച്ചാൽ ദൃഷ്ടു നിത്യവ ദൃഷ്ടി ഇത്യവം വിജ്ഞാതേ ദൃഷ്ടവിഷയാം ദൃഷ്ടിം അന്യ ആകാംക്ഷതേ. ഇത് അദ്വൈതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു തത്വമാണ് ഈ പറയുന്നത്. ദൃഷ്ടിവിഷയാം ദൃഷ്ടിം അന്യാം ആകാംക്ഷതേ. ആത്മാവ്, ആത്മബോധം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അത് കേൾക്കുന്നവർ എന്താണ്? ഇവിടെ ആനന്ദപ്രാപ്തിയാണ്, ദുഃഖ നിവൃത്തിയാണ്,
കൃതകൃത്യതയാണ്, മോക്ഷമാണ്. അതിന് എന്ത് വേണം? ആത്മബോധം വേണം. ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ സാധാരണഗതിയിൽ ഒരാളുടെ മനസ്സിൽ വരുന്ന എന്താണ്? ദ്രഷ്ടു വിഷയാം അന്യാം ദൃഷ്ടി. അത് ആഗ്രഹിച്ചു പോകും. ഈ പറയുന്നതൊക്കെ ആത്മാവെന്ന് പറയുന്നത് തന്നെ കുറിച്ചാണ്. അപ്പോൾ ഇങ്ങനെ ആത്മാവിന്റെ മഹത്വത്തെക്കുറിച്ചും ആത്മജ്ഞാനത്തിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ചെല്ലാം പറയുമ്പോൾ ദൃഷ്ടുവിഷയം, തന്നെ വിഷയമാക്കുന്ന, തന്നെ സാക്ഷാത്കരിക്കുന്ന, തന്നെ അറിയുന്ന അന്യാം ദൃഷ്ടി ആകാംക്ഷതേ, ഒരു ജ്ഞാനത്തെ ആഗ്രഹിക്കുന്നു. ഇതാണ് വശം. ഇതാണ് വരുന്ന തെറ്റ്. പറയുന്നത് തന്നെക്കുറിച്ച് തന്നെയാണ്. തന്നെക്കുറിച്ചെന്ന് പറഞ്ഞാൽ താൻ ഇതുവരെ വ്യക്തമായി ധരിക്കാത്ത തന്നെക്കുറിച്ച്, തന്റെ വാസ്തവ സ്വരൂപത്തെക്കുറിച്ച്, ഇതിനെക്കുറിച്ച് അന്യാം ദൃഷ്ടി, മറ്റൊരറിവിനെ ആഗ്രഹിക്കുന്നു, ഒരു അറിവിനെ പ്രതീക്ഷിക്കുന്നു. ആണ് നമ്മളെപ്പോഴും ചർച്ച ചെയ്യാറുള്ളത്. ഇങ്ങനെയുള്ള കൽപ്പനകൾ, ഭാവനകൾ, പ്രതീക്ഷകൾ, ഇതൊന്നും അദ്വൈതത്തിൽ അംഗീകരിക്കില്ല. മറ്റു പലയിടത്തും ഉണ്ട്. മറ്റു മാർക്കറ്റുകളിലെല്ലാം അതെല്ലാം വാങ്ങാൻ കിട്ടും. ഇവിടെ അതില്ല. അതിനാണ് അദ്വൈതം എന്ന് പറയുന്നത്. ഏറ്റവും വ്യക്തമായി സ്പഷ്ടമായി ഭാഷ്യകാരനിവിടെ പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ, പ്രതീക്ഷിക്കുന്ന തരത്തിൽ ഒരു സാക്ഷാത്കാരം ഒരിക്കലും സംഭവിക്കത്തില്ല. സംഭവിക്കാത്ത കാര്യത്തിന് ആശിച്ച് നിരാശപ്പെട്ടിട്ട് വല്ല കാര്യമുണ്ടോ? മുയലിന് കൊമ്പ് മുളയ്ക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ പറഞ്ഞു കിടന്നിട്ട് വല്ല കാര്യമുണ്ട്? ആണ് പറയുന്നത് ദൃഷ്ടുവിഷയാം അന്യാം ദൃഷ്ടിം ആകാംക്ഷതേ. അത് ആഗ്രഹിക്കുന്നതാണ് തെറ്റ്. മറ്റു സർവ്വ വിഷയങ്ങളെയും സാക്ഷാത്കരിക്കുന്നത് പോലെ, പ്രത്യക്ഷമാക്കുന്ന പോലെ ആത്മാവിനെയും പ്രത്യക്ഷമാകുന്ന ഒരു ജ്ഞാനം ഉണ്ടാകും. അതൊരു വലിയ ജ്ഞാനമായിരിക്കും. അതിനുവേണ്ടി സാധനകൾ ചെയ്യണം. അതിന്റെ അവസാനം അതാണ്. കാരണം ഇവിടെ എപ്പോഴും ആത്മജ്ഞാനം എന്നല്ലേ പറയുന്നു. ഏതൊന്നിനെ അറിഞ്ഞാലാണോ എല്ലാം അറിയപ്പെട്ടതായി തീരുന്നത്. ഇവിടെയെല്ലാം ഈ ഉപദേശങ്ങളെല്ലാം മനസ്സിലുണ്ടാക്കി തരുന്നത് എന്താണ്? തന്നെ കുറിച്ചുള്ള അന്യദൃഷ്ടി, തന്നെ വിഷയമാക്കുന്ന ഒരു ജ്ഞാനം. ഇത് ആകാംക്ഷിക്കുന്നു. ആത്മാവ് എങ്ങനെയാണ്? അന്യജ്ഞാന അനപേക്ഷം. ഇത് അന്യജ്ഞാനത്തെ അപേക്ഷിക്കുന്ന ഒന്നല്ല. ഇങ്ങനെ ഒരു സാക്ഷാത്കാരം സംഭവിക്കില്ല എന്നറിഞ്ഞാൽ തന്നെ അവൻ ജ്ഞാനിയായി. അതാണ് ജ്ഞാനം. ഇങ്ങനൊരു സാക്ഷാത്കാരത്തെ പ്രതീക്ഷിക്കുന്നിടത്തോളം കാലം, ആത്മസാക്ഷാത്കാരം, അവൻ അജ്ഞാനിയാണ്. അതാണ് പറയുന്നത്, അജ്ഞാനത്തിൽ നിന്നുകൊണ്ട് സാധനകൾ പാടില്ല. ശരി, എനിക്ക് സാധനയിലൊന്നും താല്പര്യമില്ല. ഒരു കണക്കിന് അത് നല്ലത്. എന്താണ്? അജ്ഞാനത്തിൽ നിന്നുകൊണ്ടുള്ള സാധനകളിൽ താല്പര്യം ഉണ്ടാകാതിരിക്കുന്നതിന് നല്ലത്. വിശേഷമൊന്നുമില്ല. ആത്മബോധത്തെക്കുറിച്ച് ഇങ്ങനെയുള്ള സങ്കല്പങ്ങൾ നിലനിർത്തിക്കൊണ്ട് അത്തരത്തിലൊരു ആത്മബോധത്തെ നേടാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ചെയ്യണമെങ്കിൽ അത് വ്യർത്ഥം, ജീവിതം പാഴാം. പക്ഷെ ആത്മബോധത്തെക്കുറിച്ചുള്ള വ്യക്തമായ ബോധത്തിൽ നിന്നുകൊണ്ടാണ് സാധനയെങ്കിൽ അത് സാർത്ഥകമാണ്. അദ്വൈതത്തിൽ ശ്രദ്ധയുള്ളവരെ സംബന്ധിച്ച്, അതിന് താല്പര്യമുള്ളവരെ സംബന്ധിച്ച് ഇതെല്ലാം നമ്മളീ പറയുന്നതെല്ലാം അദ്വൈത സാധനയെ മാത്രം ഉദ്ദേശിച്ചിട്ടാണ്. മറ്റ് സമ്പ്രദായങ്ങളിലോ മറ്റ് വിശ്വാസങ്ങളിലോ മറ്റ് ശ്രദ്ധകളോ ഉള്ളവരെ സംബന്ധിച്ച് ഇതൊന്നും വിഷയമേ അല്ല. അവർക്കെല്ലാം അവരവരുടേതായ വഴിക്ക് നീങ്ങാം. എല്ലാവരും അവരവരുടെ വഴികൾ ഉപേക്ഷിച്ച് അദ്വൈതത്തിൽ വരണമെന്നും പറയുന്നില്ല. അതിന് യോഗ്യതയും വാസനയുള്ളവർക്ക് മാത്രമേ അത് പറ്റൂ.
അല്ലാത്തവനത് കഴിയത്തില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് അദ്വൈത തത്വത്തിൽ ശ്രുതി വെളിപ്പെടുത്തുന്ന അദ്വൈത തത്വത്തിൽ ശ്രദ്ധയുള്ളവർക്ക് മാത്രമേ ഇത് പ്രയോജനപ്പെടുത്തുള്ളൂ. അല്ലാത്തൊരു വെറുതെ ഇവിടെ ഇരുന്ന് സമയം കളയേണ്ട കാര്യമില്ല. മറ്റെന്തെങ്കിലും പണികൾ ഏർപ്പെടുന്നതായിരിക്കും നല്ലത്. പക്ഷേ അദ്വൈതത്തെ നമ്മൾ അദ്വൈത തത്വത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിൽ ഭ്രാന്തി വരാൻ പാടില്ല, അതിൽ ഭ്രമം വരാൻ പാടില്ല. അദ്വൈതമല്ലാത്തതിന് അദ്വൈതമൊന്നും ധരിക്കരുത്. വേണ്ടെങ്കിൽ നിങ്ങൾക്ക് അദ്വൈതം വേണ്ടെന്ന് വയ്ക്കാം. ഇതെനിക്ക് പറ്റിയത്, എന്റെ വഴി വേറെയാണെന്ന് തീരുമാനിക്കാം. സന്തോഷം വേണം. മറിച്ചാകരുത്. അദ്വൈതത്തിൽ ഭ്രമം വരരുത്. ഞാൻ അദ്വൈതിയാണെന്ന് വെറുതെ ഭാവിച്ചിട്ട് അദ്വൈതത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ പറയും, പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇവിടെ പറയുന്ന കാര്യങ്ങളിൽ പരസ്പര വിരോധമൊന്നുമില്ല. രണ്ടും പറയും. പിന്നെ അറിയാൻ കഴിയില്ലെന്നും പറയും, അറിയാമെന്നും പറയും. രണ്ടിനെയും സമന്വയിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് അദ്വൈതമായി. അത് സമന്വയിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ അത് വിരോധമായി. അദ്വൈതത്തിന്റെ ദോഷമല്ല, സ്വന്തം ബുദ്ധിയുടെ ദോഷം, സ്വന്തം ഭാവനകളുടെ, സ്വന്തം കൽപ്പനകളുടെ, സ്വന്തം ഭ്രാന്തിയുടെ ദോഷമാണ്. ഇതെന്താണ്? അന്യജ്ഞാന അനപേക്ഷമാണ്. എങ്ങനെയാണ്? ദൃഷ്ടിവിഷയാം ദൃഷ്ടിം അന്യാം ആകാംക്ഷതേ. ഇത് ഞാനിത് ഇടയ്ക്കിടയ്ക്ക് വായിക്കുന്നത് കേൾക്കുന്നവർ പറയും ഇതൊക്കെ എന്റെ വിവരക്കേടാണെന്ന് ധരിക്കും. ഞാനിങ്ങനെ ഓരോന്ന് കൽപ്പിച്ച് പറയണം, അങ്ങനെയാണ് ധരിക്കും. ഇവിടെ ഇരുന്ന് കേൾക്കുന്നവർ ധരിക്കത്തില്ല. ഇപ്പോൾ കേൾക്കുന്നവർക്ക് ഒരുപാട് പേരുണ്ട്, ഇവിടെ ഇരിക്കാതെ കേൾക്കുന്നവരുണ്ട് ഒരുപാട് പേര്. അവര് ധരിക്കും. അതുകൊണ്ടാണ് ഇത് ഇടയ്ക്കിടയ്ക്ക് വായിക്കുന്നത്. ഇവിടെ ഇരിക്കുന്നവർക്ക് ഇത് പുസ്തകം മുമ്പിൽ വെച്ചാണ് പറയുന്നത്. കേൾക്കുന്നവർക്ക് അങ്ങനെ ധരിക്കാൻ പറ്റത്തില്ല. ദൃഷ്ടിവിഷയമായ അന്യദൃഷ്ടിയെ ആകാംക്ഷ ആഗ്രഹിക്കുന്നു. എന്നുവെച്ചാൽ തന്റെ സ്വരൂപമായിരിക്കുന്ന, അപരോക്ഷരവുമായിരിക്കുന്ന, സ്വയം പ്രകാശിക്കുന്ന ഈ ആത്മാവിനെ സാക്ഷാത്കരിക്കാൻ, ഇതിന്റെ പ്രത്യക്ഷം അതാഗ്രഹിക്കുന്നു. സാക്ഷാത്കാരമൊന്നോ പ്രത്യക്ഷമൊന്നോ ജ്ഞാനമൊന്നോ ദൃഷ്ടി എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ഒരർത്ഥത്തിലാണ്. അത് നടക്കത്തില്ല. ശരി, സമ്മതിച്ചു, അത് നടക്കത്തില്ല. എന്താ ഈ ആത്മജ്ഞാനം? അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ പറയുന്ന തരത്തിൽ ഒരു ആത്മജ്ഞാനം, ആത്മസാക്ഷാത്കാരം സംഭവിക്കില്ലെങ്കിൽ എന്താണ് ആത്മജ്ഞാനം എന്ന് പറയുന്നത്? ദ്രഷ്ടു നിത്യൈവ ദൃഷ്ടി ഇത്യവം വിജ്ഞാതേ. ഇതാണ് സാക്ഷാത്കാരം. ഇങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടാകാം, ആത്മജ്ഞാനം. ദ്രഷ്ടാവ് എന്ന് പറഞ്ഞാൽ സ്വയം പ്രകാശിക്കുന്ന തന്റെ സ്വരൂപം, അപരോക്ഷമായിരിക്കുന്ന തന്റെ സ്വരൂപം, ആന്തരികവും ബാഹ്യവുമായ സർവത്തിനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന തന്റെ സ്വരൂപം, സ്വയം ജ്ഞാനസ്വരൂപം. ഉള്ളിൽ അത് ജ്ഞാനമായി സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നു, സത്തായി സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നു, ആനന്ദമായി സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നു. ഏത് രീതിയിലും പറയാം. അതാണ് ദ്രഷ്ടാവ്. അതിന്റെ ജ്ഞാനം, അതിനെക്കുറിച്ചല്ലേ പറയുന്നത്. അത് അതിനെ വിഷയമാക്കുന്ന, അതിനെ സാക്ഷാത്കരിക്കുന്ന ഒരു ജ്ഞാനമല്ല. അതിനെക്കുറിച്ച് ശ്രുതി ബോധിപ്പിക്കുന്ന ജ്ഞാനം അതല്ല. അതിനെക്കുറിച്ച് ശ്രോതാവ് ഗ്രഹിക്കേണ്ട ജ്ഞാനം അതല്ല. പിന്നെന്താണ്? ദൃഷ്ടി നിത്യ ഏവ. ഇങ്ങനെ ഒരറിവുണ്ടാകാമല്ലോ.
തന്റെ സ്വരൂപം ആയിരിക്കുന്ന ജ്ഞാനം, തന്റെ ഉള്ളിൽ സദാ സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്ന ജ്ഞാനം, താൻ തന്നെയായിരിക്കുന്ന ആ ജ്ഞാനം, അത് നിത്യമാണ്. ഇതറിഞ്ഞൂടെ? ഇങ്ങനെ ഒരു അറിവുണ്ടാകുന്നതിന് എന്താ തടസ്സം? അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ തന്റെ സ്വരൂപത്തെക്കുറിച്ച് അങ്ങനെ ഒരു ബോധമുണ്ടായാൽ അത് സ്വസ്വരൂപത്തിന്റെ സാക്ഷാത്കാരമാണ്. അതാണ് ശരിയായ സാക്ഷാത്കാരം എന്ന് പറയുന്നത്. തന്റെ സ്വരൂപമായിരിക്കുന്ന ആ ജ്ഞാനം അത് നിത്യമാണ്. അത് സാക്ഷാത്കാരം. ഇതിനപ്പുറം ഒരു സാക്ഷാത്കാരം പ്രതീക്ഷിക്കരുത്. അത് അപരോക്ഷമാണ് എന്നുള്ള അറിവ് അത് സാക്ഷാത്കാരമാണ്. അതിൽ എന്തെല്ലാം വിപരീത ഭാവനകൾ വന്നു ചേരുന്നോ അതിനെല്ലാം നിരാകരിക്കുന്ന ജ്ഞാനങ്ങളെല്ലാം സാക്ഷാത്കാരമാണ്. എത്ര ജ്ഞാനം ഉണ്ടായാലും അത് നിർവിഷയമാണ് എന്ന് ബോധിപ്പിക്കുന്ന ജ്ഞാനം അത് അതിന്റെ സാക്ഷാത്കാരമാണ്. ഇത് ശ്രുതി ബോധിക്കുന്നത് ശ്രോതാവ് ബോധിക്കുന്നു. ദ്രഷ്ടു നിത്യവ ദൃഷ്ടി ഇത്യവും വിജ്ഞാതേ. ഈ ഒരു ബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ ശ്രുതി ബോധിപ്പിക്കുന്നത് തന്റെ സ്വരൂപത്തെക്കുറിച്ചാണ്. അത് ഇന്ന തരത്തിലാണ്, അത് നിത്യമായ ജ്ഞാനമാണ്. അവിടെ ധരിക്കുന്ന എന്താണ്? ജ്ഞാനം നിത്യമാണ് എന്ന് ധരിക്കുന്നു. അത് തന്റെ സ്വരൂപമാണ്. ഇവിടെ ഇനി ഒരു രണ്ടാമതൊരു ജ്ഞാനം എങ്ങനെ ഉണ്ടാകും? തന്നെ സാക്ഷാത്കരിക്കുന്ന ഒരു ജ്ഞാനം. ജ്ഞാനമെന്ന് പറയുന്നത് സ്വയം നിത്യമാണെങ്കിൽ രണ്ടാമതൊന്നുണ്ടാകും. ഉദാഹരണം പറഞ്ഞാൽ ആകാശം നിത്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പരമാർത്ഥമല്ലെങ്കിലും വ്യാവഹാരികമായി പറഞ്ഞത് നിത്യമാണ്. എന്താ ആകാശം നിത്യമാണെന്ന് പറഞ്ഞാൽ ഇനി രണ്ടാമതൊരാകാശത്തെ, ആകാശത്തിൽ ഇനിയൊരു ആകാശം ഉണ്ടാകും. അതിനുള്ള അവകാശമില്ല. ആകാശത്തിന്റെ സ്വരൂപം തന്നെ അവകാശമാണ്. അതുപോലെ ഇവിടെ സ്വസ്വരൂപത്തെക്കുറിച്ച് അത് നിത്യമാണെന്നറിഞ്ഞാൽ രണ്ടാമതവിടെ ഒരു ജ്ഞാനം നമ്മൾ പ്രതീക്ഷിക്കുന്ന എങ്ങനെ ഉണ്ടാകത്തില്ലല്ലോ. അങ്ങനെ രണ്ടാമതൊരു ജ്ഞാനം ഉണ്ടാകത്തില്ല. പിന്നെ എന്താണ്? അത് നിത്യമാണെന്നുള്ള അറിവ് തന്നെ. ശരി, അനിത്യമാണ്, അപരോക്ഷമാണ് തുടങ്ങിയ കാര്യങ്ങൾ ഈ ശ്രുതി ശ്രവണം ചെയ്യുന്നതിന് മുമ്പ് ഇതൊന്നും അറിയത്തില്ലായിരുന്നു. അല്ലെങ്കിൽ ഗുരു പറഞ്ഞു തരുന്നതിന് മുമ്പ് അറിയത്തില്ലായിരുന്നു. ശ്രുതി ഉപദേശിച്ചപ്പോൾ അങ്ങനെ ഒരു അറിവുണ്ടായി എന്നല്ലേ പറയുന്നു. അറിവ് നിത്യമാണെങ്കിൽ ശ്രവണത്തിന് ശേഷം എങ്ങനെ ഇങ്ങനെ ഒരു അറിവുണ്ടായി? ഈ അറിവിനെ കുറിച്ച് എന്ത് പറയുന്നു? ഇതുണ്ടായ അറിവല്ലേ? അതല്ലെന്നാണ് ഇവിടെ പറയുന്നത്. അതിനാണ് ദൃഷ്ടാന്തം നേരത്തെ പറഞ്ഞത്. എന്താണ്? അഗ്നിയിൽ നിന്നുണ്ടാകുന്ന പ്രകാശം അഗ്നിയിൽ നിന്ന് വേറെയല്ല. അതാണ് ശരിയായ അറിവ്. ആത്മാവിൽ നിന്നുണ്ടായ ജ്ഞാനം, ആത്മാവിനെ വിഷയമാക്കുന്ന ജ്ഞാനം, ഇങ്ങനെ രണ്ട് ജ്ഞാനങ്ങളില്ല. അങ്ങനെ രണ്ട്, പിന്നെ അതിന് അദ്വൈതം അത് പറയാൻ കഴിയുമോ? അങ്ങനെ പറയാൻ കഴിയത്തില്ലല്ലോ. അതുകൊണ്ടല്ലേ ഇതിന് അദ്വൈതം എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്താണ്? ദൃഷ്ട നിത്യവ ദൃഷ്ടി ഇത്യവം വിജ്ഞാതേ. ഈ ഒരു ബോധം ഉണ്ടായാൽ ഈ ജ്ഞാനം അത് ആത്മാവിനെ കുറിച്ചാകട്ടെ അനാത്മാവിനെ കുറിച്ചാകട്ടെ, നിങ്ങളതിന് ജ്ഞാനം എന്നാണ് പറയുന്നതെങ്കിൽ അത് ദൃഷ്ടാവിന്റെ സ്വരൂപം തന്നെ. ദൃഷ്ടാവിൽ നിന്ന് വേറിട്ട് ഇവിടെ ഒരു ജ്ഞാനമൊന്നും ഉണ്ടാകുന്നില്ല.
അങ്ങനെ ഉണ്ടാകുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതൊരു ഭ്രാന്തി മാത്രം. അപ്പോൾ ദൃഷ്ടാവിന്റെ സ്വരൂപമാണ് ജ്ഞാനമെന്നറിയുന്ന ഇതാണ് ശ്രുതിയിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനം. ഇത് ദൃഷ്ടാവിൽ നിന്ന് അന്യമല്ല, അത് ദൃഷ്ടസ്വരൂപം തന്നെ. പിന്നെ ഈ രണ്ടു തരത്തിൽ പറയും. ഒന്ന് ജ്ഞാനം ഉണ്ടാകുന്നു എന്ന് പറയുക, പിന്നെ നിത്യം എന്ന് പറയുക. എന്താ ഈ രണ്ടു തരത്തിൽ പറയുന്നത് എന്ന് ചോദിക്കും. നിത്യം എന്ന് പറയുന്നു, അടുത്ത നിമിഷം പറയുന്നു ഉണ്ടാകുന്നു. അതിനടുത്ത് ഭാഷ്യകാരൻ പറയും. ഒന്ന് തത്വദൃഷ്ടി, മറ്റൊന്ന് ലൗകിക ദൃഷ്ടി. നമ്മൾ വേറെ തരത്തിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് പാരമാർത്ഥികം, മറ്റൊന്ന് വ്യാവഹാരികം. തത്വത്തിന്റെ വ്യവഹാരത്തിൽ വ്യവഹാര ദൃഷ്ടി ആശ്രയിക്കേണ്ടി വരും, ലൗകിക ദൃഷ്ടി ആശ്രയിക്കേണ്ടി വരും. ഉണ്ടാകുന്നു ഇല്ലാകുന്നു എന്നൊക്കെ പറയും. അത് പരമാർത്ഥമായി പറയുന്നതല്ല, പരസ്പരം ആശയത്തെ വിനിമയം ചെയ്യുന്നതിന് വേണ്ടി പറയുന്നത്. തത്വദൃഷ്ടിയിൽ പറയുമ്പോൾ അത് ഉണ്ടാകുന്നില്ല എന്ന് തന്നെ പറയും. അതുകൊണ്ട് ഇത് രണ്ടും പറയുന്നതിൽ പരസ്പര വിരോധമില്ല എന്ന് അടുത്തിനി ഇതിന്റെ ചർച്ചയിൽ തന്നെ പറയും. അതുകൊണ്ട് നിത്യവ ദൃഷ്ടു ദൃഷ്ടി, ഈ ദൃഷ്ടാവിന്റെ ദൃഷ്ടി, സ്വസ്വരൂപമായിരിക്കുന്ന ജ്ഞാനം, തന്നെ തന്നെ പ്രകാശിക്കുന്ന ജ്ഞാനം, അത് എന്ത് നിമിത്തത്തിൽ നിന്നായാലും ശരി. ബാഹ്യമായ വിഷയങ്ങൾ നിമിത്തമായിട്ടായിരിക്കും, ചിലപ്പോൾ ശ്രുതി നിമിത്തമായിട്ടായിരിക്കും, ചിലപ്പോൾ ഗുരു നിമിത്തമായിട്ടായിരിക്കും, തന്റെ അധിഷ്ഠം നിമിത്തമായിട്ടായിരിക്കും. ഈ ജ്ഞാനമെല്ലാം എന്താണ്? അത് നിത്യമാണ്. അതുകൊണ്ട് അത് ആ ദൃഷ്ടാവ് തന്നെയാണ്. വേറെ ഉദാഹരണത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമില്ല. തരംഗം അനിത്യമാണെന്ന് പറയും, പക്ഷെ തരംഗം നിത്യമെന്നും പറയാം. അതെങ്ങനെ നിത്യമാകും? ജലരൂപത്തിൽ അത് നിത്യമാണ്. ജലരൂപത്തിൽ തരംഗം അനിത്യമാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റും? പക്ഷെ അത് ജലരൂപത്തിൽ നിത്യമായിരിക്കുക തന്നെ നാമരൂപങ്ങളോടുകൂടി കാണുന്നു. ഫേന ബുദ്ബുദ തരംഗം എന്ന് ഭാഷകാരം പല രൂപത്തിൽ, കുമളയായി, പതയായി, നിരയായി, തിരയായി എല്ലാം കാണുന്നു. അപ്പോൾ ആ ഭാവങ്ങളെല്ലാം എന്താണ്? അത് പരമാർത്ഥമല്ല. അപ്പോൾ ഇത് തരംഗമാണ്, ഇത് നുരയാണ്, ഇത് ഭേനമാണ്, ഇങ്ങനെ വേർതിരിക്കുന്നത് ലൗകിക ദൃഷ്ടി. അതിനെ സംബന്ധിച്ച് തന്നെ ജലമാണ്, ഇതെല്ലാം ജലം തന്നെ എന്ന് പറയുന്നത് തത്വദൃഷ്ടി. പലപ്പോഴും കാര്യങ്ങളെ പറയുമ്പോൾ ഇതിനെ രണ്ടിനും ചേർത്ത് പറയേണ്ടി വരും. അല്ലെങ്കിൽ കുതർക്കം ചോദിക്കും, അല്ല ഈ തരംഗവും നുരയും എല്ലാം ജലമാണെങ്കിൽ പിന്നെ എന്തിനു നിങ്ങളതിനെ തരംഗം നുര എന്നൊക്കെ പറയുന്നു? ജലമെന്ന് പറഞ്ഞാൽ പോലെ ഇത് കുതർക്കം. ജലം മാത്രമേ ഉള്ളെങ്കിൽ പിന്നെ എന്തിനാ മറ്റു പേരുകളെല്ലാം പറയും? ഒന്ന് പറഞ്ഞാൽ പോലെ. ഈ കുതർക്കത്തിന് സമാധാനം പറയാൻ വേണ്ടി വ്യവഹരിക്കുമ്പോൾ രണ്ടും പറയേണ്ടി വരും. ആ നിരകളും പദയും എല്ലാം എന്താണ്? അതെല്ലാം നാമരൂപങ്ങൾ. ജലം അവിടെ സത്യമാണ്. ഇത് രണ്ടും പറയണ്ടേ? രണ്ടിനെ ആശ്രയിച്ച് വ്യവഹാരം രണ്ടിനെ ആശ്രയിക്കും. വ്യവഹാരത്തിൽ തത്വദൃഷ്ടിയും ലൗകിക ദൃഷ്ടിയും ആശ്രയിക്കേണ്ടി വരും. അങ്ങനെ ആശ്രയിച്ച് പറയുന്നേ ഉള്ളൂ. എങ്ങനെ ജ്ഞാനമുണ്ടായി? ആത്മാവിന്റെ യഥാർത്ഥ ജ്ഞാനം ഇങ്ങനെയാണ്, ആത്മാവിന്റെ സ്വരൂപത്തെ ഇങ്ങനെയാണ് ധരിക്കേണ്ടത്. അങ്ങനെ വ്യവഹരിക്കുന്നത് കൊണ്ട്, അങ്ങനെ വ്യവഹരിക്കുമ്പോഴും തത്വത്തിന്റെ നിലയ്ക്ക് മാറ്റമില്ല. നുരയും പതയും എന്തൊക്കെ അവിടെ പ്രത്യക്ഷപ്പെട്ടാലും ജലം തന്നെ. ജലത്തിനവിടെ ഒരു മാറ്റവും വരുന്നില്ല. ഒരു ഉദാഹരണം. അതുപോലെ ഇവിടെ ആത്മാവിന്റെ ജ്ഞാനമെന്ന് പറയും, പക്ഷെ അത് ആ ദൃഷ്ടാവിന്റെ സ്വരൂപം തന്നെ. അതുകൊണ്ടാണ് നിത്യമെന്ന് പറഞ്ഞത്. ഈ ബോധം, അങ്ങനെ ഉണ്ടാകുന്ന ബോധം ഇത്യവും വിജ്ഞാതേ ദൃഷ്ടവിഷയാം ദൃഷ്ടിം അന്യാം ന ആകാംക്ഷതേ,
അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആകാംക്ഷകൾ ഉണ്ടാകത്തില്ല. ആത്മസാക്ഷാത്കാരത്തിനെ കുറിച്ചുള്ള ഭാവനകൾ, കൽപ്പനകൾ, ആകാംക്ഷകൾ അതൊന്നും ഉണ്ടാകത്തില്ല. അതുവരെ ഉണ്ടാകും. കാരണം മുമുക്ഷുത്വം അതൊരു യോഗ്യതയായിട്ടല്ലേ പറയുന്നു. നിത്യാനിത്യ വസ്തുവേദം ഫലഭോഗ വിരാഗം സമാധി ഷട്ക സമ്പത്തി മുമുക്ഷുത്വം മോക്ഷ ഇച്ഛാഗ്രഹം അവിടെ ഉണ്ടല്ലോ. ആഗ്രഹം ആർക്ക്? അജ്ഞനാണ്. ആ തത്വത്തെ ബോധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആഗ്രഹം വരും ഇല്ല. ആഗ്രഹത്തിൽ പല ഭ്രാന്തികളും വരും. അതിങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും. അത് നിർവികൽപ്പ സമാധിയാണ്, അല്ലെങ്കിൽ മറ്റൊരു സമാധിയാണ്, വേറെ ഏതൊരു അവസ്ഥയിൽ എന്തോ സാധിക്കുന്നതാണ്. എനിക്ക് ഒരുപാട് ഭ്രാന്തികളുണ്ടാവും. അതെല്ലാം കൽപ്പനകളാണ്. ഭാഷ്യകാരൻ പറയുന്നു ഇത് അന്യജ്ഞാനാനപേക്ഷമാണ് സ്വസ്വരൂപം. അവിടെ ഒരു അന്യജ്ഞാനത്തെ അപേക്ഷിച്ച് ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. നിറയ്ക്കോ പതയ്ക്കോ ജലത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ജലത്തിന് എന്തെങ്കിലും അതിന് പ്രവർത്തിക്കാൻ പറ്റുമോ? അതാണ് അടുത്ത് പറയുന്നത്. നിവൃത്തദേഹി ദ്രഷ്ടു വിഷയ ദൃഷ്ട്യാകാംക്ഷ തദസംഭവാദേവ. ഇതൊരു പറഞ്ഞ കാര്യമാണ്. മുമ്പേ പറഞ്ഞു എന്നേ ഉള്ളൂ. ഭാഷ്യകാരന്റെ ഭാഷ പറയുന്നു. ദ്രഷ്ടു വിഷയ ദൃഷ്ട്യാകാംക്ഷ. നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടല്ലോ, ആത്മജ്ഞാനത്തിലുള്ള ആഗ്രഹം. ദൃഷ്ടാവെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ സ്വരൂപം, സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ എന്ന് പറഞ്ഞ സ്വസ്വരൂപം, തദ്വിഷയ ദൃഷ്ടി ആകാംക്ഷ, അതിനെക്കുറിച്ചുള്ള ആ ജ്ഞാനത്തിലുള്ള ആകാംക്ഷ. ഇതെന്നാ ഉണ്ടാകുന്നത്? എത്ര കാലം ഞാനിനി സാധന ചെയ്യണം, എന്തെല്ലാം ചെയ്യണം, എന്തൊക്കെ അഭ്യാസങ്ങൾ ചെയ്യണം? ഇതാണ് ദ്രഷ്ടു വിഷയ ദൃഷ്ടി ആകാംക്ഷ. ദ്രഷ്ടാവിനെ വിഷയമാക്കുന്ന, തന്നെ അറിയുന്ന ഒരറിവിനെ കുറിച്ചുള്ള ആഗ്രഹം. അത് നിവർത്തദേഹി, അത് തീർച്ചയായും ഇല്ലാതാകും. അതില്ലാതെയേ പറ്റൂ. എന്തുകൊണ്ടാണ് അതില്ലാതാകുന്നത്? പറയുന്നു തദസംഭവാദേവ. അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. അത് മുയൽക്കൊമ്പ് പോലെയാണ്. ഇതിൽ കൂടുതൽ വ്യക്തമായിട്ടെന്ന് പറയാനാണ്. ദൃഷ്ടു വിഷയ ദൃഷ്ട്യാകാംക്ഷ നിവർത്തദേഹി, നിവർത്തിച്ച് തന്നെ തീരും. തദസംഭവ, അത് അസംഭവമാണ്. അങ്ങനെ സംഭവിക്കത്തില്ല. ആ ബോധം വരണം. ഇതിൽ ജീവിതകാലം മുഴുവൻ ഇതിലൊരു ഭ്രാന്തിയോടുകൂടിയാണ് പോകുന്നതെങ്കിൽ പറഞ്ഞിട്ട് കഥയില്ല. ആത്മാവിനെ കുറിച്ച് കേൾക്കാത്തവര്, അതിനൊരവസരം കിട്ടാത്തവര്, അദ്വൈതത്തെക്കുറിച്ച് വിശേഷിച്ച് കേൾക്കാത്തവർ, അവസരം കിട്ടാത്തവർ, അവരെല്ലാം അജ്ഞരാണ്. പക്ഷേ ഭ്രാന്തന്മാരല്ല, ഭ്രാന്തിയുള്ളവരല്ല. ഇതുപോലെ ഭ്രാന്തിയുള്ളവരല്ല. അവരിലും ഭ്രാന്തിയുണ്ട്, ദേഹാത്മബുദ്ധിയും മറ്റുമുണ്ട്. പക്ഷെ ആത്മാവിനെ കുറിച്ച് അറിഞ്ഞിട്ട്, ഇവിടെ ഇപ്പോൾ ഭാഷ്യകാരൻ പറയുന്നതനുസരിച്ച് ആത്മാവിനെ ഞാൻ സാക്ഷാത്കരിക്കും എന്ന് വാശി പിടിച്ച് നടക്കുന്നുണ്ട്. അവരാണ് ഏറ്റവും വലിയ ഭ്രാന്തിയുള്ളവർ. ആത്മാവിനെ ഞാൻ പ്രത്യക്ഷമാക്കി കളയും എന്ന് കരുതുന്നു, സാക്ഷാത്കരിച്ച് കളയും. അത് ഇപ്പോൾ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ സമാധിയിൽ പോയി അത് സാധിച്ചു കളയും എന്ന് കരുതുന്നവരുണ്ടല്ലോ. അവരാണ് ഏറ്റവും വലിയ ഭ്രാന്തിയുള്ളവർ. മറ്റുള്ളവർ കേവലം അജ്ഞനാണ്. ഉദാഹരണം പറഞ്ഞാൽ, രജ്ജുവിൽ അതിനെക്കുറിച്ച് അറിഞ്ഞേയില്ല. ഇവിടെ കയറ് കിടക്കുന്നതൊന്നും കണ്ടില്ല, അറിഞ്ഞതുമില്ല. ആ അജ്ഞനാണ്. രജ്ജുവിനെ കുറിച്ചുള്ള അജ്ഞാനം ഉണ്ടാവും, അവൻ അറിഞ്ഞേയില്ല. പക്ഷേ അവനെ നമുക്കപ്പോൾ അജ്ഞാനിയെന്നേ പറയാൻ പറ്റും.
അവൻ അതിനെ കണ്ടിട്ട് പെട്ടെന്ന് പാമ്പാണെന്ന് ഭ്രമിച്ചു. അപ്പോഴാണ് അവൻ ശരിക്കും ഭ്രാന്തനാകുന്നത്. അതുവരെ അവനെ നമുക്ക് അജ്ഞനെന്ന് വിളിക്കാം. കാരണം അവന് ഭ്രാന്തി ഇല്ലായിരുന്നല്ലോ. അതുപോലെയാണ് ഈ അദ്വൈതികളിൽ 99% ഭ്രാന്തന്മാരാണ്. തലയ്ക്ക് ലെവലില്ല എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നു. തത്വത്തിൽ ഭ്രാന്തിയുള്ളവരാണ്. എന്തുകൊണ്ട്? ഭാഷ്യകാരൻ ഇത് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. എന്താണ്? ദൃഷ്ടിവിഷയ ദൃഷ്ടിയാകാംക്ഷ നിവർത്തിക്കും. എന്തുകൊണ്ട്? തത് അസംഭവ, അങ്ങനെ ഒന്നും സംഭവിക്കത്തില്ല ഇതറിഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ പറയുന്നു തസ്മിൻ സ്ഫുരണരൂപേ ആത്മനി സ്ഫുരണാന്തര അസംഭവ. വ്യാഖ്യാനത്തിൽ പറഞ്ഞിരിക്കുക ഈ സ്വസ്വരൂപം അത് സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്, സ്ഫുരിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ഫുരണത്തെ നമുക്ക് എങ്ങനെ വേണോ പറയാം? അഹമെന്ന് സ്ഫുരിക്കുന്നു, അല്ലെങ്കിൽ സ്വയോന്മയായി സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ കേവലം അതൊരു ജ്ഞാനപ്രകാശമെന്നോ, എങ്ങനെ വേണോ പറയാം. എന്തായാലും അത് സ്ഫുരിച്ചുകൊണ്ടിരിക്കുകയാണ്. താൻ തനിക്ക് അപ്രത്യക്ഷമായിരിക്കുന്നില്ല, താൻ തനിക്ക് അജ്ഞനായിരിക്കുന്നില്ല. അതിൽ പലതരത്തിലുള്ള ഭ്രാന്തികൾ താൻ കൂട്ടിച്ചേർക്കുന്നുണ്ടാവും. പക്ഷേ തന്റെ അസ്തിത്വം തനിക്ക് അന്യമല്ല. അങ്ങനെ ഇരിക്കെ ഇനി അതിലൊരു സ്ഫുരണം ഉണ്ടാവുക, അത് സംഭവിക്കത്തില്ല. ഈ ഭാഗത്തൊക്കെ സാങ്കേതികമായി ഒക്കെ വ്യാഖ്യാനിക്കും. വൃത്തിവ്യാപ്തി, ഫലവ്യാപ്തി എന്നൊക്കെ പറയും. അതെല്ലാം വീണ്ടും ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ടാണ് ആ ഭാഗത്തിലേക്ക് ഞാൻ കിടക്കാത്തത്. വ്യാഖ്യാനങ്ങളിലൊക്കെ അതൊക്കെ ഉണ്ട്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വീണ്ടും ആശയക്കുഴപ്പമുണ്ടാക്കും. ഇവിടെ നമുക്ക് സരളമായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. ഭാഷ്യകാരൻ അതേ പറയുന്നുണ്ട്. വൃത്തിവ്യാപ്തിയും ഫലവ്യാപ്തി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഭാഷ്യകാരൻ പറയുന്നില്ല. ഈ വേദാന്തം, അദ്വൈത വേദാന്തം ഒരു സങ്കേത ജടിലമായത് ഭാഷ്യകാരന് ശേഷമാണ്. പ്രകടന ഗ്രന്ഥങ്ങൾ വന്നപ്പോഴാണ്. ഭാഷ്യകാരൻ പരമാവധി സങ്കേതങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. എന്നുവെച്ചാൽ പാരിഭാഷിക ശബ്ദങ്ങൾ വ്യാഖ്യാനിച്ച് വിശദീകരിച്ച് മനസ്സിലാക്കേണ്ട അതിനെ ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്നും ഇവിടെ ഭാഷ്യകാരൻ അത്തരം ഇതൊന്നും സ്വീകരിക്കുന്നത്. ഇവിടെ കാര്യം നേരിട്ട് പറയുകയാണ്. ഇതിൽ കൂടുതൽ എന്താ ഇത് വ്യക്തമാക്കാം? ഇപ്പൊ ദ്രഷ്ടാവിനെ സംബന്ധിച്ചുള്ള അറിവ്, ആത്മബോധം എന്നുവെച്ചാൽ നമ്മുടെ സങ്കല്പത്തിലുള്ള ആത്മബോധം, അത് മനസ്സിലാക്കണം. നമ്മുടെ ഭാവനയിലുള്ള ആത്മബോധം, അതിനുള്ള ആകാംക്ഷകളെല്ലാം നിവർത്തിക്കും. എന്തുകൊണ്ട്? തദാസംഭവ, നിങ്ങൾ സങ്കല്പിക്കുന്നതൊന്നും സംഭവിക്കത്തില്ല. അന്ധതയിലാണ് ഇതൊക്കെ സങ്കല്പിക്കുന്നത്. അന്ധതയിലിരുന്നുകൊണ്ട് പലതും സങ്കല്പിക്കും. അത് ഒരിക്കലും സംഭവിക്കത്തില്ല. എന്തുകൊണ്ട്? വീണ്ടും വിശദീകരിക്കുന്ന അവിദ്യമാന വിഷയ ആകാംക്ഷ കസ്യജിത് ഉപജായതേ എന്ന് പറയുന്നു. ഒരാഗ്രഹം തോന്നുന്നു. ഒരു വസ്തുവിനെ കുറിച്ച് നമ്മൾ അറിയുമ്പോൾ അത് വേണമെന്ന് ആഗ്രഹം തോന്നും. ധനമാനങ്ങളിലെല്ലാം ആഗ്രഹം തോന്നും മനുഷ്യന്. അത് സ്വാഭാവികമാണ്. കാരണം അത് ഉണ്ടെന്നറിയുമ്പോഴേ ആഗ്രഹം തോന്നും. സമ്പത്ത് എവിടെയെങ്കിലും ആരുടെയെങ്കിലും കയ്യിലിരിക്കുന്നു എന്ന് അറിയുമ്പോൾ ആഗ്രഹം തോന്നും, അതെന്റെ കൈ വരണം. മനുഷ്യ സഹജമാണ്, എല്ലാവർക്കും ഉണ്ടാവും. അതുപോലെ ഭോഗ്യമായ വിഷയങ്ങൾ ഏതായാലും ശരി, എവിടെയെങ്കിലും ഉണ്ടെന്നറിഞ്ഞു കഴിഞ്ഞാൽ അത് കിട്ടാൻ കഴിഞ്ഞാലും കഴിഞ്ഞില്ലെങ്കിലും അതൊക്കെ ആഗ്രഹിച്ചു. ഇപ്പൊ ഭോഗ്യ വിഷയത്തിൽ ആകാംക്ഷ ഉണ്ടാകുന്നത് അത് സ്വാഭാവികമാണ്, മനസ്സിന്റെ ഒരു പ്രവൃത്തിയാണ്.
പക്ഷെ ആ വിഷയം ജ്ഞാനം ഉണ്ടാകണം. ഇങ്ങനെ ഉണ്ട്, ഒരിടത്തുണ്ട്. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായാൽ പതുക്കെ ഉള്ളിൽ ആഗ്രഹം എല്ലാവർക്കും സ്വാമിമാർക്കും ഉണ്ടാവും. എന്നാ കയ്യിൽ 1,00,000 ഉണ്ട്, പോയി ചോദിക്കാം ഡൊണേഷൻ, ആഗ്രഹം വരും. എല്ലാവർക്കും അതുണ്ടാവും സ്വാഭാവികമായി. പക്ഷെ അങ്ങനെ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഒരു ജ്ഞാനമാണ് ആഗ്രഹത്തെ ഉണ്ടാക്കുന്നത്. എല്ലായിടത്തുണ്ട്, അത് തനിക്ക് സ്വന്തമാക്കണം. സർവകാമ്യ വിഷയങ്ങളിലും ജീവനിൽ സഹജമായി ആകാംക്ഷ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതിന് മുഖ്യമായ ഹേതു എന്താണ്? വിഷയജ്ഞാനമാണ്. അത് ഉണ്ട് എന്നുള്ള ജ്ഞാനം. ഇവിടെ എന്താണ്? അവിദ്യമാനേ വിഷയേ. ശ്രുതി ആത്മാവിനെ കുറിച്ച് ബോധിപ്പിക്കുന്ന എന്താണ്? അത് നിന്റെ സ്വരൂപമാണ്, അത് സ്വയം പ്രകാശിക്കുന്നതാണ്, അത് നിനക്ക് സദാ അപരോക്ഷമായിരിക്കുന്ന ഒന്നാണ്. മറ്റെല്ലാം ആഗ്രഹിക്കുന്നത് പോലെ ആഗ്രഹിച്ച് അറിയാനോ നേടാനോ പറ്റിയ ഒന്നല്ല എന്നാണ് ബോധിപ്പിക്കുന്നത്. ശ്രുതി ഒരിക്കലും അതിനൊരു വിഷയമായി ബോധിപ്പിക്കുന്നില്ല. അതിൽ വിഷയത്വമേ ഇല്ല എന്നറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെ അറിയുന്നതിനുള്ള ആകാംക്ഷ, അതിനെയും മറ്റ് വിഷയങ്ങളെപ്പോലെ അറിയാനും നേടാനുമുള്ള ആകാംക്ഷ, അതെങ്ങനെ ഉണ്ടാകും? ഉണ്ടാകത്തില്ലല്ലോ. അപ്പൊ എന്താ പറഞ്ഞു വരുന്നത്? ആത്മാവിനെ അറിയാൻ ആഗ്രഹിക്കേണ്ട എന്നാണ്. അപ്പൊ ആത്മാവിനെ സംബന്ധിച്ചുള്ള ജിജ്ഞാസയൊന്നും വേണ്ടെന്നാണോ പറയുന്നത്? അത് തന്നെയാണ്. ജിജ്ഞാസ വേണ്ടെന്ന് പറയേണ്ട കാര്യമില്ല, ഇപ്പൊ അതുണ്ട്. ആ ജിജ്ഞാസയുടെ നിവൃത്തി എങ്ങനെ സംഭവിക്കണമെന്നാണ് പറയുന്നത്. ജിജ്ഞാസ നിവൃത്തി സംഭവിക്കണം, അത് തന്നെയാണ് പറയുന്നത് ഇവിടെ. ആകാംക്ഷ ഈ ആത്മാവിനെ സംബന്ധിച്ചുള്ള ഈ ഭ്രാന്തമായ അറിവിൽ നിന്ന് ഉണ്ടാകുന്ന ആകാംക്ഷകൾ, അതുകൊണ്ടാണ് ഇപ്പോൾ ആത്മാവിനെ അറിയാൻ നടക്കുന്നത്. പറയുന്നു അത് ആ ഭ്രാന്തിയെ മാറ്റിക്കഴിഞ്ഞാൽ ശ്രുതി ബോധിപ്പിക്കുന്ന തരത്തിൽ ഇതൊരു വിഷയമല്ല, ഇതിനങ്ങനെ ഒരു വിഷയമായി അറിയാൻ കഴിയില്ല എന്നറിഞ്ഞാൽ പിന്നെ എങ്ങനെ ആകാംക്ഷ ഉണ്ടാവും? ഇതിന് അങ്ങനെ സാക്ഷാത്കരിക്കാമെന്നുള്ള ആകാംക്ഷ ഉണ്ടാകത്തില്ല. പിന്നെ ഈ പറയുന്ന ദുഃഖനിവൃത്തി, ആനന്ദപ്രാപ്തി എല്ലാം എങ്ങനെ സംഭവിക്കും? ശ്രുതി നിന്ന് കിട്ടുന്ന ജ്ഞാനം, അല്ലെങ്കിൽ ഗുരുവിൽ നിന്ന് കിട്ടുന്ന ജ്ഞാനം. അത് തർക്കിക്കരുത്. പിന്നെ അത് ശ്രുതിയാണോ വരുന്നത്, ഗുരുവാണോ വരുന്നത്, തർക്കിക്കാൻ പോകുന്നു. രണ്ടും ഒന്ന് തന്നെ. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ആ ജ്ഞാനം, ആ ജ്ഞാനത്തിൽ നിന്ന് ദുഃഖനിവൃത്തി, ആനന്ദപ്രാപ്തി അതിൽ നിന്നുണ്ടാവും. പക്ഷെ അങ്ങനെ ഒരു ദുഃഖനിവൃത്തി ഇതിൽ നിന്നുണ്ടാകുന്നില്ലല്ലോ. അവിടെയും ആകാംക്ഷയാണ്. എന്ത്? ഈ ജ്ഞാനത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ നിത്യനിവൃത്തമായ ദുഃഖത്തിന്റെ നിവൃത്തി ആഗ്രഹിച്ചാൽ അത് നടക്കും. ഈ ജ്ഞാനത്തിലുള്ള ആകാംക്ഷ പോലെ തന്നെ ഇവിടെ എല്ലായിടത്തും ഉണ്ട്. അതെങ്ങനെ സംഭവിക്കും? എനിക്ക് ദുഃഖങ്ങളെല്ലാം നിവർത്തിക്കണമെന്ന് ആഗ്രഹിക്കും. എവിടെയാ? ദുഃഖം ഉണ്ടെങ്കിലല്ലേ നിവൃത്തിക്കത്തുള്ളൂ. ഇത് നിത്യനിവൃത്തമാണെന്ന് പറയും. പിന്നെ അവിടെ എങ്ങനെ ദുഃഖനിവൃത്തി? അപ്പൊ ദുഃഖനിവൃത്തിയെക്കുറിച്ചുള്ള തന്റെ സങ്കല്പങ്ങൾ ആണ് ആനന്ദപ്രാപ്തിക്ക് തടസ്സമായിരിക്കുന്നത്. ഇതൊരു ആനന്ദപ്രാപ്തമായില്ലല്ലോ. ഇവിടെ അപ്രാപ്യപ്രാപ്യമായ ഒരു ആനന്ദത്തെക്കുറിച്ചല്ല പറയുന്നത്. ഇന്നലെ വരെ പ്രാപിക്കാതിരുന്ന ഒരു ആനന്ദത്തെ ഇന്ന് പ്രാപിക്കുന്നു, അങ്ങനെ പറയുന്നില്ലല്ലോ. ആണ് പറയുന്നത്. ഇവിടെ ശ്രുതി പറയുന്നത് മനസ്സിലാക്കുന്നു. അത് പ്രാപ്തമാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇതിനെയൊക്കെ സംബന്ധിച്ചുള്ള ജ്ഞാനത്തെക്കുറിച്ചോ ആനന്ദത്തെക്കുറിച്ചോ ദുഃഖനിവൃത്തിയെക്കുറിച്ചോ എല്ലാമുള്ള ഭ്രാന്തി അത് മാറുമ്പോൾ
അതിനുള്ള ആകാംക്ഷകളും ഇല്ലാതാകുന്നു. അവിടെയാണ് കൃതകൃത്യത എന്ന് പറയുന്നത്. അല്ല നമ്മുടെ ഇപ്പോൾ സങ്കല്പത്തിലുള്ളതല്ല. ഒരുപാട് ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ വരുന്നു. ഒരു സുപ്രഭാതത്തിൽ ഇതിനെല്ലാം കൊണ്ട് തള്ളി മാറ്റിയിട്ട് വലിയൊരു ആനന്ദത്തിന്റെ ഒരു വെള്ളപ്പാച്ചിലിങ്ങോട്ട് വരും. അതിൽ താനങ്ങ് മുഴുകിപ്പോവും. പാട്ടിനും കവിതയ്ക്കുമൊക്കെ അത് കൊള്ളാം, ഒക്കെ നല്ലതാണ്. ഇത് പ്രാപ്തമല്ല, നിത്യപ്രാപ്തമാണ്, നിത്യനിവൃത്തമാണ് എന്നുള്ള ബോധം. ആ ബോധമേ കൃതകൃത്യത ഉണ്ടാക്കത്തുള്ളൂ. മറ്റങ്ങനെയല്ല. മുയൽ കൊമ്പ് പോലെ ഇതിന്റെ പിറകെ ഇങ്ങനെ നടക്കാൻ ജീവിതകാലം ചാകുന്നത് വരെ പോവും. അതിന് മുമ്പ് കുറച്ച് ശിഷ്യന്മാരെ കിട്ടുകയാണെങ്കിൽ അവരെ മുമ്പിൽ പറയും ചെയ്യാം. അധികമൊന്നും സംഭവിക്കത്തില്ല. മുക്തനാണെന്ന് വേണമെങ്കിൽ ഭാവിക്കാം, സ്വയം അറിഞ്ഞുകൊണ്ട് തന്നെ. അല്ലാതെ ഒന്നും സംഭവിക്കത്തില്ല. അതുകൊണ്ട് ഇവിടെ അവിദ്യമാന വിഷയ ആകാംക്ഷ ന കസ്യജിത് വജായതേ, അങ്ങനെ ഒരു ആകാംക്ഷ ഇവിടെ ഉണ്ടാകത്തില്ല. നേരത്തെ പറഞ്ഞു ആകാംക്ഷ നിവർത്തിക്കുന്നു. അങ്ങനെ ഒരു ആകാംക്ഷ ഉണ്ടാകുന്നില്ല. ആത്മാവിന്റെ യഥാർത്ഥ സ്വരൂപം, തന്റെ വാസ്തവ സ്വരൂപം, തന്റെ പാരമാർത്ഥിക സ്ഥിതി, അതിനെ ശരിയായ രീതി അറിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അതിനെ വിശദീകരിക്കുകയാണ്. എന്നുവെച്ചാൽ ദൃശ്യ ദൃഷ്ടി ദൃഷ്ടാരം വിഷയീകർത്തും ഉത്സഹത്തെ യഥാം ആകാംക്ഷത്തെ. നിങ്ങൾ ഈ അറിവ് എന്ന് പറയുന്നുണ്ടല്ലോ, അറിവെന്ന് പറയുന്നതിന് അവരുടെ ഭാഷകാരൻ പറയുന്നത് ദൃഷ്ടി എന്നുള്ള ശബ്ദമാണ്. സാധാരണ അറിവെന്ന് ജ്ഞാനമെന്നൊക്കെ പറയും. ഈ അറിവിന്റെ സ്വഭാവം എന്താണ്? അത് ദൃശ്യമാണ്. ദൃഷ്ടാവിനത് ദൃശ്യമല്ലേ? ദൃഷ്ടാവിൽ അത് പ്രകാശിക്കുകയല്ലേ? അതല്ലേ പറയുന്നത് എന്റെ അറിവ്, ഞാൻ അറിയുന്നു, ഇന്ന വിഷയത്തെക്കുറിച്ചുള്ള അറിവ്, ഇതൊക്കെ പറയാറില്ലേ? അങ്ങനെ ഒരു അറിവിനാണ് നമുക്ക് പരിചയമുള്ളത്, ദൃശ്യയായ അറിവ്. അങ്ങനെ അല്ലാത്തൊരു അറിവ് നമുക്ക് പരിചയമുണ്ട്. പുസ്തകത്തെക്കുറിച്ചുള്ള അറിവ്, മേശയെക്കുറിച്ചുള്ള അറിവ്, അല്ലെങ്കിൽ എന്നെക്കുറിച്ചുള്ള അറിവ്, ഈശ്വരനെ കുറിച്ചുള്ള അറിവ്, ഇങ്ങനെയെല്ലാം വിവരിക്കുമ്പോൾ ഈ അറിവ് ദൃശ്യമാണ്. അത് ആർക്കാ ദൃശ്യമായിരിക്കുന്നത്? തനിക്ക്. ഈ അറിവിനെ അറിയുന്നവൻ, അതാണ് ദൃഷ്ടാവെന്ന് പറയുന്നത്. തനിക്ക് തന്നെ ഇത് ദൃശ്യമായിരിക്കുന്നു, തനിക്ക് തന്നെ വിഷയമായിരിക്കുന്നു. തനിക്ക് ദൃശ്യമായിരിക്കുന്ന വിഷയമായിരിക്കുന്ന ഈ അറിവ് ഉപയോഗിച്ച് തന്നെ അറിയാൻ ശ്രമിക്കുക. ഇതിലും വലിയ ബുദ്ധിശൂന്യത എന്തെങ്കിലും ഉണ്ടോ? തനിക്ക് വിഷയമായിരിക്കുന്ന അറിവ്, അതിന്റെ സ്വഭാവം തന്നെ എന്താണ്? തനിക്ക് അധീനമായി പോവുക, തനിക്ക് വിഷയമായി പോവുക, തനിക്ക് കീഴ്പ്പെട്ടു പോവുക എന്നുള്ളതല്ല അതിന്റെ സ്വഭാവം. അതല്ലേ താൻ അതിനെ അറിയുന്നു എന്ന് പറയുന്നു. എന്താ പുസ്തകത്തെക്കുറിച്ചുള്ള അറിവുകൊണ്ടുണ്ട്. ആ അറിവിന് അധീനമായി പുസ്തകം, അറിവ് തനിക്കും അധീനമായി. ആണ് ദൃശ്യ എന്ന് പറയുന്നത്. അഭിമാനം തോന്നാറില്ലേ നമ്മുടെ അറിവിൽ, ബ്രഹ്മജ്ഞാനത്തിൽ? ഇത്ര കാര്യങ്ങൾ ബ്രഹ്മത്തെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നു. അവിടെ എല്ലാം എന്താണ് സംഭവിക്കുന്നത്? തനിക്ക് കീഴ്പ്പെടുന്ന ഒരറിവ്, തന്റെ അധീനത്തിലിരിക്കുന്ന, തനിക്ക് മമതയുള്ള അറിവ്, പറയുന്നത് എന്റെ അറിവ്, മമകാരം പ്രയോഗിക്കാൻ പറ്റുന്ന ഒരറിവ്, എന്റേതെന്ന് പറയാൻ പറ്റുകയാണ്. എന്റെ അറിവിനെ കുറിച്ച് എനിക്കറിവുണ്ട്, എനിക്ക് അഭിമാനമുണ്ട്. ഇത്രയും വർഷം കൊണ്ട് നേടിയ അറിവാണ്, ഇത്രയും പ്രയാസപ്പെട്ട് നേടിയ അറിവാണ്, ഇത്രയും അധ്യയനം ചെയ്ത് നേടിയ അറിവാണ്. അവിടെയെല്ലാം എന്റെ മമത
അവിടെയുണ്ട്, ആ അറിവിലുണ്ട്. അതെന്റെ സ്വന്തമാണ്. അപ്പോൾ എനിക്ക് അധീനമായിരിക്കുന്ന, എനിക്ക് കേവലം വിഷയമായിരിക്കുന്ന ആ അറിവ് ഉപയോഗിച്ച് തന്നെ അറിയുക. അതെങ്ങനെ സംഭവിക്കും? അത് വിഷയമായതുകൊണ്ട് തന്നെ സംഭവിക്കുന്നില്ല. അതുകൊണ്ട് അതിന്റെ വിഷയങ്ങളെ അതിന് ഗ്രഹിക്കാൻ പറ്റും. പക്ഷെ അതിന് വിഷയിയായിരിക്കുന്നവൻ, അതിന് ദൃഷ്ടാവായിരിക്കുന്നവൻ, അതെങ്ങനെ ആ അറിവിനെ തന്നെ വിഷയമാകും? അപ്പൊ താൻ എത്ര വലിയ അറിവിനെ നേടിയെന്നോ ഇരിക്കട്ടെ, വളരെ പരിശ്രമിച്ച് എത്ര വലിയ വലിയ അറിവ് നേടിയാലും ശരി, സർവശാസ്ത്രത്തിനെ കുറിച്ചുള്ള ജ്ഞാനം നേടിയാലും, ബ്രഹ്മത്തെക്കുറിച്ചോ ആത്മാവിനെ കുറിച്ചോ പരമാത്മാവിനെ കുറിച്ചോ എന്തൊക്കെ അറിവ് നേടിയാലും ശരി, ആ ഒരു അറിവിന്, ആ എല്ലാ അറിവുകളും തനിക്ക് ദൃശ്യമാണ്, മമത ഉള്ള അറിവാണ്, തന്റെ അറിവാണ്. തന്റേതായതുകൊണ്ട് തന്നെ ആ അറിവിന് തന്നെ വിഷയമാക്കാൻ കഴിയത്തില്ല, തന്റേതായതുകൊണ്ട്. തന്റെ കാലം കൊണ്ട് ആരുടെ തോളിലും തനിക്ക് കയറാം, പക്ഷെ തന്റെ തോളിൽ കയറാൻ പറ്റത്തില്ല. എത്ര അഭ്യാസം കാണിച്ചു നോക്കിയാലും ശരി. വളരെ അഭ്യാസം കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കാല് വളഞ്ഞ് തോള് വരെ എത്തിയെന്നിരിക്കും, പക്ഷെ തോളിൽ കയറി നിൽക്കാൻ ഒക്കത്തില്ല, പരാജയപ്പെട്ടു. ആത്മാശ്രയം, ദോഷം. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ദൃശ്യാദൃഷ്ടി ദ്രഷ്ടാരം വിഷയീകർത്തും ഉത്സഹത. അങ്ങനെ ഒരു ശേഷി അതിനില്ല, അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല, അത് അസംഭവമാണ്. മുയൽക്കൊമ്പെന്ന് പറയുന്നത്, ആകാശപുഷ്പം എന്ന് പറയുന്നത് എങ്ങനെയാണ് അസംഭവമായിരിക്കുന്നത്, അതുപോലെ ഇത് അസംഭവമായ ഒരു കാര്യമാണ്. വിഷയമല്ലാത്ത തന്നെ സാക്ഷാത്കരിക്കുക, അത് ഒരിക്കലും സംഭവിക്കത്തില്ല. ജ്ഞാനത്തിന് അതിന് ശേഷിയില്ല. ഇനി ഒരാൾ ചോദിക്കുന്നത് എന്തുകൊണ്ട് സംഭവിക്കില്ല? അങ്ങനെ ഒരു ജ്ഞാനം എന്നെ ഗ്രഹിക്കുന്നു, എന്റെ സ്വരൂപത്തെ ഒരു ജ്ഞാനം ഗ്രഹിക്കുന്നു. ഇത് ആരുടെ ജ്ഞാനം എന്നുകൂടെ പറയേണ്ടി വരും. നിന്റെ കയ്യിൽ നിന്റെ ജ്ഞാനമല്ലാതെ വേറെ ആരുടെയെങ്കിലും ജ്ഞാനമുണ്ടോ? അതിന് സമാനം പറയും. ആരുടെയെങ്കിലും കയ്യിൽ മറ്റേ ആരുടെയെങ്കിലും ജ്ഞാനമുണ്ടോ? ഇല്ലല്ലോ. തന്റെ കൈവശമുള്ള തന്റെ ജ്ഞാനമാണ്, അത് തനിക്ക് അധീനമായി പോയതാണ്. അതിനൊരിക്കലും ദൃഷ്ടാവായിരിക്കുന്ന തന്നെ വിഷയമാക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ജ്ഞാനത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ ജ്ഞാനത്തിന് ഒരു ദൃഷ്ടാവ് വേറൊരാളെ സ്വീകരിക്കേണ്ടി വരും. അതൊക്കെ അസംഭവമായ കാര്യം. അവിടെ നേരത്തെ പറഞ്ഞ അനവസ്ഥാദോഷം വരും. തന്നെ വിഷയമാക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആത്മാശ്രയദോഷം വരും. യഥവത്താം ആകാംക്ഷേത. ഇങ്ങനെയൊക്കെ ധരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ അങ്ങനെ ഒരു ജ്ഞാനത്തെ ആഗ്രഹിക്കാൻ പറ്റും? അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ വിഷയമാക്കുന്ന ഒരു ജ്ഞാനം സംഭവിക്കാമെങ്കിൽ ആഗ്രഹിക്കും. അത് സംഭവിക്കത്തില്ല. നജ സ്വരൂപ വിഷയ ആകാംക്ഷ സുസ്ഥൈവ. അതങ്ങനെ എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല പറയുന്നു. തന്നെക്കുറിച്ച് തന്നെ എന്താ പറയുന്നത്? ജ്ഞാനസ്വരൂപം എന്നാണ്. ഏത് ജ്ഞാനത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്? മമത, ഞാൻ എന്റേതെന്ന് പറയുന്ന ജ്ഞാനത്തെക്കുറിച്ച്. പുസ്തകജ്ഞാനം, ഇതിനെക്കുറിച്ചുള്ള ജ്ഞാനം.
മറ്റു വിഷയങ്ങളെക്കുറിച്ചുള്ള ജ്ഞാനം, ഈശ്വരനെക്കുറിച്ചുള്ള ജ്ഞാനം, ബ്രഹ്മത്തെക്കുറിച്ചുള്ള ജ്ഞാനം, എല്ലാം എന്റെ ജ്ഞാനത്തെക്കുറിച്ച്. ഒന്ന് താൻ ദൃഷ്ടാവായിരിക്കുന്ന ഞാൻ, മറ്റ് തന്റെ ദൃഷ്ടി, ദൃഷ്ടാവിന്റെ ദൃഷ്ടിയായ ഞാൻ. ഇത് രണ്ടും തമ്മിലുള്ള ബന്ധം എന്താണ്? രണ്ടിനും ഒരു പേരിട്ടല്ലേ വിളിക്കുന്നു, ദൃഷ്ടാവായിരിക്കുന്ന ജ്ഞാനം, ദൃഷ്ടിയായ ജ്ഞാനം. പിന്നെ രണ്ടിനും എന്തുകൊണ്ടൊരു പേര് പറയുന്നു? മുമ്പ് പറഞ്ഞു അവിനാശിത്വ, ദൃഷ്ടു ദൃഷ്ടി എന്ന് പറയുന്നു. തന്റെ ജ്ഞാനം, അതിന് നാശമില്ല, അതിന് ഹേതു അവിടെ പറഞ്ഞുകൊണ്ടാണ് തന്റെ സ്വരൂപമാണ്. ഈ എന്റെ ജ്ഞാനം എന്ന് പറയുന്നത് വാസ്തവത്തിൽ തന്റെ സ്വരൂപം തന്നെ. വെറും ഭ്രാന്തമായി അതിനെ എന്റേതാണെന്ന് വ്യവഹരിക്കുന്നു എന്നേ ഉള്ളൂ. മനസ്സ്, മനോവൃത്തികൾ അങ്ങനെ വ്യവഹരിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. വാസ്തവത്തിൽ ജ്ഞാനം ഏകമാണ്. വാസ്തവത്തിൽ അത് ത്രിപുടി ശൂന്യമാണ്. അറിവ്, അറിയുന്നവൻ എന്നുള്ള ഭേദങ്ങളില്ലാത്തതാണ്. അങ്ങനെ ഏകമായിരിക്കുന്ന അറിവ് അഗ്നിയും അതിന്റെ പ്രകാശവും പോലെ ഇത് വേർതിരിക്കാൻ വയ്യാതിരിക്കുകയാണ്. അതിന് തന്നെ തന്നെ പ്രകാശിപ്പിക്കുന്നതിനുള്ള ആഗ്രഹം എങ്ങനെ ഉണ്ടാവും? അത് താൻ തന്നെയാണല്ലോ. ഉണ്ടാകത്തില്ല. എങ്ങനെയാണോ ഈ അദ്വൈത തത്വത്തെ വെളിപ്പെടുത്തുന്നത്, ആ രീതിയിൽ ആ തത്വത്തെ ഗ്രഹിക്കുന്നവരവന് സംബന്ധിച്ചിടത്തോളം സ്വരൂപ വിഷയാകാംക്ഷ സുസ്ഥീവന, തന്നെ വിഷയമാക്കാൻ തനിക്ക് തന്നെ ഒരാഗ്രഹം ഉണ്ടാകാതെ സംഭവിക്കത്തില്ല. കാരണം ഇവിടെ ജ്ഞാനം ഏകമാണ്. ഞാൻ, എന്റെ എന്ന് പറയുന്ന ഭ്രാന്തിയെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇവിടെ ജ്ഞാനം ഏകമാണ്. ആ ജ്ഞാനം തന്നെയാണ് ഞാനായിരിക്കുന്നത്. ആ ജ്ഞാനം തന്നെയാണ് എന്റെ ജ്ഞാനമായും ഇരിക്കുന്നത്. അത് ഏകമായതുകൊണ്ട് തന്നെ അവിടെ ഭേദമില്ലാത്തതുകൊണ്ട് ആകാംക്ഷ ഉണ്ടാകത്തില്ല. അന്യമായ വസ്തുക്കളിലെ ആകാംക്ഷ ഉണ്ടാവും. സമ്പത്ത് അന്യമാണ്, അന്നം അന്യമാണ്, വിഷയങ്ങളെല്ലാം അന്യമാണ്. അതിനെല്ലാം ആകാംക്ഷ ഉണ്ടാവും മനസ്സിൽ. അതിനെ അറിയാനും ഗ്രഹിക്കാനും പ്രാപിക്കാനും ഒക്കെ ഉള്ള അന്യമാണെങ്കിലേ അത് സാധ്യമാകും, പ്രാപിക്കാൻ കഴിയും. ഇവിടെ എന്താണ്? ഇവിടെ ഏകമാണ്. തത്വം അതാണ്, പരമാർത്ഥം. വ്യവഹാരത്തിൽ പറയും ഞാൻ എന്റേത്, അതൊക്കെ അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. തത്വദൃഷ്ടിയിൽ ജ്ഞാനം ഒന്നേ ഉള്ളൂ. ജ്ഞാനം എന്റെ ജ്ഞാനവും ഒന്ന് രണ്ടില്ല, ഏകമാണ്. അങ്ങനെയിരിക്കെ സ്വരൂപവിഷയാകാംക്ഷ സ്വസ്യവ എങ്ങനെ സംഭവിക്കും? തന്നിൽ ആകാംക്ഷ ഉണ്ടാകുക. ശരി, തത്വത്തിന് അങ്ങനെ സംഭവിക്കില്ല, സമ്മതിച്ചു. പക്ഷേ ആകാംക്ഷ ഉണ്ടാകുന്നുണ്ടല്ലോ. ഒരാൾക്ക് ആത്മജിജ്ഞാസ ഉണ്ടാകും, ആത്മജ്ഞാനത്തെ ആഗ്രഹിക്കുന്നു. തത്വം എന്തൊക്കെ പറഞ്ഞാലും ഇതൊക്കെ സംഭവിക്കാറുണ്ടല്ലോ. ജിജ്ഞാസുവായതുകൊണ്ടാണ് അയാൾ ഗുരുവിനെ സമീപിക്കുന്നത്. അതൊക്കെ സംഭവിക്കുന്നതോ ഇവിടെ പറയുന്നത് തത്വത്തെക്കുറിച്ച് പറയുകയാണ്. അജ്ഞന്റെ അനുഭവങ്ങളെക്കുറിച്ചും കൽപ്പനകളെക്കുറിച്ചും അല്ല പറയുന്നു. അജ്ഞന് ഇതൊക്കെ ഉണ്ടാകും. അവൻ ആത്മജിജ്ഞാസ ഉണ്ടാകും, ഗുരുവിനെ സമീപിക്കും, ജ്ഞാനം നേടാൻ ശ്രമിക്കുന്നു. അജ്ഞന്റെ തലത്തിൽ ഇതൊക്കെ ശരി തന്നെയാണ്. ഇവിടെ പറയുന്നത് പരമാർത്ഥ ദൃഷ്ടി പറയുകയാണ്. അവിടെ പരമാർത്ഥ ബോധം ഉണ്ടാകുന്നതിന് വേണ്ടി പറയുന്നു, പരമാർത്ഥ ജ്ഞാനം ഉണ്ടാകുന്നതിന് വേണ്ടി പറയുന്നു. അജ്ഞാനം കൊണ്ട് ഗുരുവിനെ ശരണം പ്രാപിച്ച ഒരുവൻ എങ്ങനെ ബോധം ഉണ്ടാകണമെന്ന് പറയുകയാണ്. അവനെന്നും ആ ജ്ഞാനത്തെ തുറത്തിക്കൊണ്ടുപോകാനല്ല, അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ടുപോകാനല്ല ഇവിടെ ശ്രുതി ആഗ്രഹിക്കുന്നത്. അവൻ അങ്ങനെ തന്നെ പോട്ടെ, എന്നും അജ്ഞാനിയായിട്ട് അവന്റെ ആകാംക്ഷകളും ഇതെല്ലാം നിലനിർത്തി പോട്ടെ
എന്ന് ശ്രുതിക്ക് അവനെ കൊണ്ട് കാര്യമൊന്നും സാധിക്കാനില്ല. ശ്രുതിക്ക് സ്വാർത്ഥതയില്ല. എന്തെങ്കിലും ഇവനെ എന്റെ കൈ കിട്ടി ഇവനെ കൊണ്ട് എന്തെങ്കിലും നേടണം എന്ന് ശ്രുതിക്ക് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അവന്റെ ആകാംക്ഷകളെ, അജ്ഞാനത്തെ നിലനിർത്തിയുള്ള ഉപദേശമില്ല. അവന്റെ ആകാംക്ഷയെ, അതിന് ഹേതുവായിരിക്കുന്ന അജ്ഞാനത്തെ, ഭ്രാന്തിയെ ഇല്ലാതാക്കുന്ന ഉപദേശങ്ങളെ ഇവിടെയുള്ളൂ, പരമാർത്ഥ ഉപദേശം. അതിനനുസരിച്ചാണ് ഈ പറയുന്നത്. അതുകൊണ്ട് തനിക്ക് ആകാംക്ഷ ഉണ്ടാകാൻ പാടില്ലെന്നോ, ആഗ്രഹം ഉണ്ടാകാൻ പാടില്ലെന്നോ, ഉണ്ടായി തെറ്റായിപ്പോയെന്നോ, ആത്മാവിനെ അറിയാൻ ഒരു ജിജ്ഞാസ ഉണ്ടായത് അബദ്ധമാണെന്നൊന്നുമല്ല പറയുന്നു. അത്തരം കാര്യങ്ങളെല്ലാം സ്വാഭാവികമായും സംഭവിക്കുന്നത് അജ്ഞാനാവസ്ഥയിൽ. ആ അജ്ഞാനാവസ്ഥയിൽ ഒരാൾ ശ്രുതിയെ ശരണം പ്രാപിച്ചു. അപ്പോൾ അവിടെ ശ്രുതി ഉപദേശിക്കുന്നു. ആ ഉപദേശത്തിൽ ഒരിക്കലും അവനെ ആ അജ്ഞാനാവസ്ഥയിൽ നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നു. ഒരു നിമിഷം പോലും അവനെ അപ്പോൾ കൈയോടെ തന്നെ അവനെ ഇതിൽ നിന്ന് മുക്തനാക്കണം. അതിനാണെങ്കിൽ അവനോട് പറയേണ്ടത് പരമാർത്ഥം തന്നെയാണ്, തത്വദൃഷ്ടിയിൽ തന്നെയാണ് കാര്യം പറയേണ്ടത്. തത്വദൃഷ്ടിയിൽ കാര്യം പറയുമ്പോൾ അവന് മനസ്സിലാക്കാൻ വേണ്ടി ചിലപ്പം വ്യവഹാര ദൃഷ്ടി ആശ്രയിക്കും. അതുകൊണ്ട് നീ നിന്റെ ജ്ഞാനം, നിന്റെ മനസ്സ്, നിന്റെ ബന്ധനം, നിന്റെ മോക്ഷം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയും. അങ്ങനെ പറയുമ്പോഴും ആ തത്വത്തെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ അജ്ഞാനത്തെ ആരെയും പഠിപ്പിക്കേണ്ട കാര്യമില്ല, അതെല്ലാവരിലും ഉള്ളതാണ്. ഭ്രാന്തി ഒരാളെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല, അതുള്ളതാണ്. ബന്ധനത്തെ വിശദീകരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല, അത് ഓരോരുത്തരും അനുഭവിക്കുന്ന, പരമാർത്ഥം അനുഭവിക്കുന്നില്ല. അപ്പൊ ശ്രുതിക്ക് പരമാർത്ഥം മാത്രമേ ബോധിപ്പിക്കാവുള്ളൂ. അത് ഭാഷ്യകാരൻ പറയും, ശ്രുതി നിന്ന് പരമാർത്ഥമല്ലാത്ത എന്തെങ്കിലും നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് ശ്രുതിക്ക് താല്പര്യത്തോടെ പറയുന്നതല്ല. ആ മൂഢതയെ അംഗീകരിച്ചുകൊണ്ട് തത്വത്തെ വെളിപ്പെടുത്താൻ വേണ്ടി അതിനെ ആശ്രയിക്കുന്നു എന്നേ ഉള്ളൂ. മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ശ്രുതി ഒരിക്കലും താല്പര്യത്തോടുകൂടി അത് പറയാറുണ്ട് ചിലർക്ക്. അതിനാണ് ഭാഷകാരോട് പറയുന്നത് എന്താണ് ലൗകിക ദൃഷ്ടി എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ സർവവിഷയാകാംക്ഷ സ്വസൈവ. അതുകൊണ്ട് പറഞ്ഞു വന്നെന്താ ഈ അവസാനം? ആത്മജ്ഞാനം ഏത് തരത്തിലാണ് നമ്മൾ സങ്കല്പിച്ചിരുന്നത് അതുപോലെ ഇന്ന് സംഭവിക്കത്തില്ല എന്ന് മനസ്സിലാക്കി. എന്നാൽ ആത്മജ്ഞാനം എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആത്മജ്ഞാനം കൊണ്ട് ഒരിക്കലും ആത്മാവിനെ വിഷയമാക്കാൻ പറ്റില്ല എന്നും പറഞ്ഞു. എന്നാൽ ഈ ആത്മാവ് മാത്രം മതി, എന്തിനാ ആത്മജ്ഞാനം? അങ്ങനെ ചിന്തിച്ചൂടെ? എന്തായാലും ആത്മാവ് നിത്യമായിട്ടുണ്ടല്ലോ, ഇനി അവിടെ ഒരു ആത്മജ്ഞാനം എന്തിനാ? അതിനാണ് അടുത്ത് സമാനമായ തസ്മാ അജ്ഞാന അധ്യാരോപണ നിവൃത്തിരേവ ആത്മാനം ഏവ ആവേത് ഇത്യുക്തം ആത്മനോ വിഷയീകരണം. അതാവശ്യമുണ്ട് ആത്മജ്ഞാനം. എന്തുകൊണ്ട്? നീ ഇപ്പോൾ അജ്ഞനായിരിക്കുന്നുണ്ട്. ശ്രുതി ബോധിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ആത്മജ്ഞാനം ഈ പറയുന്ന പോലെ ആത്മാവിനെ വിഷയമാക്കി ഗ്രഹിക്കാനും ഒന്നുമല്ല, മറിച്ച് അജ്ഞാന അധ്യാരോപണ നിവൃത്തി, അജ്ഞാനം കൊണ്ടുള്ള ഈ അധ്യാരോപങ്ങൾ, ഈ കൽപ്പനകൾ, ഭാവനകൾ, ആകാംക്ഷ എന്നെല്ലാം പറഞ്ഞു ഇതുവരെ ചർച്ച ചെയ്തു. അതെല്ലാം ഇല്ലാതാക്കും. ഏതൊരു ഭ്രാന്തിയോടുകൂടിയാണോ ഗുരുവിനെ സമീപിച്ചത്, ആ ഭ്രാന്തി ഇല്ലാതാക്കുന്നതിന് ഒരു വെളിച്ചം വേണം. അത് ശരിയായ വെളിച്ചം കൊണ്ട് അതില്ലാതാകും, എന്തെങ്കിലും വെളിച്ചം കൊണ്ട് പോലും. ശ്രുതി ബോധിപ്പിക്കുന്ന ആ വെളിച്ചം കൊണ്ട് മാത്രമേ ഉള്ളൂ. ഈ അവസ്ഥ, ഈ ഭ്രാന്തിയെ ഇല്ലാതാക്കുന്നില്ല. അല്ല, അതിന് ആത്മാവിലൊന്നും പ്രവർത്തിക്കാനില്ല, ആത്മാവിനെ എടുത്തു കാണിച്ച ഒന്നൊന്നുമല്ല. ഒരു ഗുരു ശിഷ്യന് ആത്മാവിനെ ഇങ്ങനെ കാണിച്ചു കൊടുത്തു,
കഥ പറഞ്ഞ് കേൾക്കാനും രസിക്കാനും ഒക്കെ കൊള്ളാം. അല്ലെങ്കിൽ ആ പറഞ്ഞതിന്റെ താല്പര്യം യഥാർത്ഥമായി മനസ്സിലാക്കണം. അല്ലാതെ ആർക്കും ആത്മാവിനെ എടുത്തു കാണിച്ചെന്ന് കൊടുക്കുന്നു, തൊട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ഒരു താല്പര്യം കാണും. എന്താണ്? അജ്ഞാന അധ്യാരോപണ നിവൃത്തി. അതായിരിക്കും അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഭ്രാന്തിയെ മാറ്റിയിരിക്കും, അവിവേകത്തെ ഇല്ലാതാക്കിയിരിക്കും. അതാണ് ആത്മാനമേവ് അവേദിത്യുക്തം. അതിന്റെ താല്പര്യം അതാണ്. ആത്മനോ വിഷയീകരണം. അല്ലാതെ ധരിക്കുന്നത് പോലെ ആത്മാവിനെ ഒരു വിഷയീകരിക്കുക, അങ്ങനെ സാക്ഷാത്കരിക്കുക, അതല്ല ഇതിന്റെ താല്പര്യം. ആത്മാനമേവ അവേദ് എന്ന് പറഞ്ഞതിന് ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ചിരിക്കുകയാണ് ഇത്തരത്തിൽ. ശരി. ശാന്തി.